എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ഇന്നത്തെ ദിവസമല്ല, മൊത്തത്തിൽ ഈ വീക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് കൈബന്ധിച്ചൊന്ന് സംസാരിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഈ വീക്ക് എന്നുള്ളത്? ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു 3-4 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ ഒരു വീക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അതിന് വേറെ അതിനാ മാത്രമേ ഉള്ളൂ? വേറെ ആരില്ലേ? ജിതിൻ, വേറെ എന്താണ്? വേറെ ആരുള്ളത്? 3 ആൾക്കാർ, 3 ആൾ മാത്രമേ ഉള്ളൂ ഈ ആഴ്ച ട്രേഡ് ചെയ്ത ആൾക്കാരും മാർക്കറ്റിൽ നോക്കിയ ആൾക്കാരൊക്കെ. ഓക്കെ, പറയൂ. അതിനാണ് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ട് ട്രേഡ് എടുത്ത് തുടങ്ങണ എന്റെ ഒരു ഫീലിംഗ് നന്നായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്നാണെങ്കിൽ പോലും നല്ലൊരു 2-3 എൻട്രി ടോട്ടല് നല്ല രീതിക്ക് വരച്ചിട്ടായിരുന്നു. പക്ഷെ രണ്ടും മിസ്സായി പോയി. ഇതില് രണ്ടാമത്തത് അറൌണ്ട് 100 പിപ്സിന്റെ ഒരു ഇത് മിസ്സായിരുന്നു BTC-യില്. അതിനുശേഷമാണ് ഇന്നിപ്പോ ഒരു ട്രേഡ് കിട്ടിയത്. അത് 5.88 ആണ് ടാർഗറ്റ്. പക്ഷെ 5-ലെത്തിയപ്പോ തന്നെ പിന്നെ കൈ വറക്കൽ തുടങ്ങി. അപ്പൊ ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിപ്പോ TP ആയിട്ടുണ്ട്, ഫുൾ TP ആയിട്ടുണ്ട്. ഓക്കെ 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 അത് കൈവറൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. മാറ്റിയെടുക്കാന്ന് വെച്ചാൽ ഇത്തിരി പണിയുള്ള പരിപാടിയാണ്. ഇവിടെ എപ്പോഴും സക്സസ് ആയിരുന്ന ആളുകളും കൈവറുണ്ട്. പക്ഷെ അത് കൈവറ മാറിയാലേ എന്താ ഉള്ളൂ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കൈവ പറഞ്ഞു 3 SL ഫസ്റ്റില് കിട്ടി. അതിന്റെ ശേഷമാണ് പിന്നെ നല്ല ഇത് കിട്ടിയിട്ട് പോലും ഓവർ കൺഫർമേഷൻസ് നോക്കണ ഒരു പോലെ ഇംബാലൻസിൽ നിന്ന് വരുന്നത് കാണുമ്പോ എടുക്കാതിരിക്കുക. അങ്ങനെ അതൊക്കെ TP ആവുന്നുണ്ട്. പിന്നെ കുറച്ച് ബുദ്ധിമുട്ട്. കുറച്ച് പഠിച്ചെടുക്കേണ്ടി വരും. കുഴപ്പമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്യും. ഒരു 4 ആഴ്ച ട്രേഡ് ചെയ്യും. നമുക്ക് അടുത്ത ഓപ്പൺ ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, എങ്ങനെ സവീഷ് എങ്ങനെ ഉണ്ടായിരുന്നു? പറയും. സാധാരണ രാവിലെ മോർണിംഗ് ടൈം മർദ്ദനാനുസരിച്ച് കഴിഞ്ഞിട്ടുള്ള ആ സമയം ആക്ച്വലി മിസ്സാവാണ് ചെയ്യുന്നത്. കാരണം ഈ സൈഡിലോട്ട് പോകാൻ നേരത്തുള്ള ഒരു കാരണം നല്ല ടൈമിങ് മിസ്സാവും. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഉച്ച കഴിഞ്ഞ് ആ ഒരു സമയത്താണ് പിന്നെ എൻട്രി കിട്ടുന്നത്. അപ്പം എൻട്രി കുറവായിരുന്നു എനിക്ക്. കാരണം പിന്നെ 2 കിട്ടി, 2 കിട്ടിയത് സക്സസ് ആയിരുന്നു. പക്ഷെ എന്നാലും ഇമ്പ്രൂവ് ആവാനുണ്ട്. സാർ പറഞ്ഞ പോലെ ഏരിയ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ഇംബാലൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഇപ്പോഴും ട്രേഡ് എടുക്കുന്നുണ്ട്. പിന്നെ മെയിൻ ഏരിയ ഇപ്പം പഠിച്ചു വരുന്നേ ഉള്ളൂ. അത് കാരണം ഇമ്പ്രൂവ് ആയിരിക്കും മുന്നോട്ട് പോകുമ്പോൾ എടുത്തെടുത്ത്. ഓക്കെ 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 സവീഷ് പറയും എങ്ങനെയുണ്ട്? സോറി സാർ, അതിന്റെ ഇടയ്ക്ക് സംസാരിക്കണ്ടായിരുന്നു വേറെ ആൾ, അതുകൊണ്ടാണ്. പിന്നെ ഇപ്പൊ നമ്മളെ സൈക്കോളജി ക്ലാസ് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചയായി കഴിഞ്ഞിട്ട്. അപ്പോ കഴിഞ്ഞ ആഴ്ച ഒരു ട്രേഡ് എടുക്കാൻ ചെറിയൊരു പറ്റായി കണക്ക് ഉണ്ടായിരുന്നു. ആദ്യം കുറെ നാള് ട്രേഡ് എടുക്കാത്തോണ്ടുള്ള ഒരു ചെറിയൊരു ട്രേഡ് പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ആഴ്ച ആകുമ്പോഴേക്ക് അതെല്ലാം ക്ലിയർ ആയി ഒരു നോർമൽ മൈൻഡിലേക്ക് വന്നു. അപ്പോ ട്രേഡ് എടുക്കാനും പറ്റുന്നുണ്ട്, നല്ല സക്സസും കാണുന്നുണ്ട്. നല്ല സക്സസ് ആണ്. സംസാരത്തിലൊക്കെ മനസ്സിലാവുന്നുണ്ട്. കോൺഫിഡൻസ് ലെവല് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയിരുന്നു. ചെറിയ ലെവലല്ല, ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയിരുന്നു തോന്നുന്നു അല്ലേ? ഉണ്ട്, നല്ല മാറ്റം തോന്നുന്നുണ്ട് എനിക്ക് തന്നെ. ഓക്കെ, വിജയ് പറയൂ. നമുക്ക് ആരെങ്കിലും വരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞോളൂ. കഴിഞ്ഞ ആഴ്ച നല്ലൊരു ആഴ്ചയായിരുന്നു. പിന്നെ എന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് മുമ്പത്തെക്കാളും ഇത്തിരി കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കഴിഞ്ഞാൽ മൊത്തം റെഡി ആയിന്നല്ല, അതിന് മുമ്പത്തെ ആഴ്ച വെച്ച് നോക്കുമ്പോ ഇത്തിരി കൂടി മാർക്കറ്റില് വാച്ച് ചെയ്യണതായാലും എന്നിട്ട് ട്രേഡ് എടുക്കുമ്പോ ഉള്ള ആ പേടിയും കാര്യങ്ങളുണ്ട്, ഇമോഷൻ കൺട്രോൾ, അതൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഇനിയും ബെറ്ററായി വരും എന്നുള്ളതാണ് എന്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഇപ്പോ 3 ആഴ്ചയായിട്ട് ഇപ്പോ പ്രോഫിറ്റിലാണ്. ചെറിയ പ്രോഫിറ്റ് ആയാലും അതൊരു മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഏറെക്കുറെ നഷ്ടം ലോസ് വന്നതിന്റെ എത്ര പെർസെന്റേജ് തിരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോ ഏകദേശം 33 ആ റേഞ്ചിൽ എടുത്തിട്ടുണ്ട്. 2-3 ആഴ്ച കൊണ്ട് അല്ലേ? 2 ആഴ്ചയല്ലോ, 2 ആഴ്ച ഉണ്ട്. 2 ആഴ്ച 3 ആഴ്ച. ഞാൻ മുമ്പ് ട്രേഡിംഗ് തുടങ്ങിയല്ലോ, അതായത് ഇടയ്ക്ക് വെച്ചിട്ട് സെറ്റിൽമെന്റ് നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും അപ്പോ 4 ആഴ്ച ആയിട്ടുണ്ട് ഏകദേശം. അല്ല കുഴപ്പമില്ല, ലോസ് 33% റിക്കവർ ആയിട്ടുണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ആഴ്ചയുടെ കാര്യം പറയുന്നത്, ഭയങ്കര ലെവല് ഒരു സക്സസ് റേറ്റിന്റെ ലെവലൊക്കെ ഭയങ്കരമായിട്ട് കൂടി. മാത്രമല്ല മൈൻഡ് ഇത്രയും കൂടി കമ്പോസ്ഡ് ആയി തോന്നുന്നുണ്ട് അല്ലേ?
ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഇപ്പോ മുമ്പെന്ന് വെച്ചാൽ ട്രേഡ് എടുക്കുമ്പോഴും അത് ഇങ്ങനെ കുറെ നോക്കിയിരുന്ന് വീണ്ടും വീണ്ടും വരച്ചോണ്ടിരിക്കുക. ഇനി അതങ്ങനെ പോകും, ഇനി ഈ ലെവലിലെത്തോ, അങ്ങനെ. ഇപ്പൊ അത് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്നല്ല, മുമ്പത്തെക്കാളും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോ സിസ്റ്റം ഓഫ് ചെയ്ത് വെക്കാണ് ചെയ്യാറ് സാധാരണ. ആ ഒരു ഇത് എടുക്കില്ല. അപ്പോ എന്നിട്ട് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഞാൻ വീണ്ടും ഇരുന്നു, മൊത്തമായിട്ട് ഇരുന്നു എങ്ങനെയാണെന്നുള്ളത്. അപ്പോഴും മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും വരച്ച് എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ പ്രോഫിറ്റിലായിരുന്നു എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറെ നേരം ഇരുന്ന് ആ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ മുമ്പത്തെക്കാളും ആ ഒരു ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ ജിതിൻ പറയും. സാറ് കുഴപ്പമില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഒരു ട്രേഡ് കുറച്ച് അധികം എടുക്കാൻ പറ്റുന്നു. പക്ഷെ പ്രോഫിറ്റ് കുറവാണെങ്കിലും മുന്നേ ഉണ്ടായതിനേക്കാളും കുറച്ചുകൂടി ട്രേഡ് ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തോ മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം വന്നതെന്ന് വെച്ചാല് ഇപ്പൊ കൂടുതൽ അനാവശ്യ ട്രേഡുകളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ്ട് കൂടുതൽ ലോസ് കുറവാണ് ഇപ്പൊ. പിന്നെ ഇപ്പോൾ നിലവിലൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ BTC ഇതില് ഗോൾഡിൽ കിട്ടുന്ന പോലെ അങ്ങനെ സക്സസ് ആവാൻ പറ്റുന്നില്ല. അത് ചെറിയ പ്രോബ്ലം. അതുകൊണ്ട് ഇപ്പം BTC അങ്ങനെ മാറിയിരിക്കുകയാണ്. ബാക്കിയെല്ലാം കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഓക്കെ, കുഴപ്പമില്ല. എൽദോ പറയും. ഫൈനൽ ആൻഡ് ലാസ്റ്റ്. ആരും ഇല്ലെങ്കിൽ അതേ പറയും. എൽദോനെ കൊണ്ട് ആരും ഇല്ലെങ്കിൽ സംസാരിപ്പിച്ചാൽ മതി, ആളുകളുണ്ടല്ലോ. അവസാനം ചോദിച്ചാൽ മതി. നന്നായി എല്ലാരും കേൾക്കുമ്പോ നമുക്ക് സന്തോഷമുള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് സമയക്കുറവുള്ള ആഴ്ചകളാണ്. പക്ഷെ സമയക്കുറവ് കുറച്ച് നല്ലതാന്ന് എനിക്ക് തോന്നുന്നു. ഫുൾ ഇരിക്കാൻ പറ്റും. ഞാൻ വളരെ കുറഞ്ഞ സമയമായിരിക്കുന്നുള്ളൂ. പല കാര്യങ്ങളായിട്ട് ഓടി അടക്കൽ തന്നെയാണ്. ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ബാക്കി എല്ലാ ദിവസവും ഞാൻ മാനേജ് ചെയ്തു. അപ്പൊ അങ്ങനെ നല്ല തിരക്കിലാണ്. പക്ഷെ എന്നാലും ട്രേഡിന് ഞാൻ നോക്കിയിട്ട് കഴിഞ്ഞ ആഴ്ചത്തെക്കാളും ചെറിയൊരു കുറവ് വന്നിട്ടുള്ളൂ. വലിയ കുറവൊന്നും. കഴിഞ്ഞ ആഴ്ച അത് ഇച്ചിരി കൂടുതലായിരുന്നു തോന്നി. 30 ട്രേഡ് ഉണ്ടായിരുന്നു. ഈ ആഴ്ച 20 അപ്പോഴും റിസൾട്ടിന് വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. അതേപോലെ തന്നെയൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ എന്ത് മാറ്റം വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം എനിക്കതൊരു ക്ലാരിറ്റി ഇല്ല. എന്തൊക്കെയോ വന്നിട്ടുണ്ടെന്നല്ലാതെ ഇന്നത് പോലെ ഒന്നും പറയാനായിട്ടില്ല. വലിയൊരു പാക്കേജ് എടുക്കുന്നതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടാവും അല്ലെ? കോൺഫിഡൻസ് കുറവ് എന്നുള്ളൊരു പേരിലേക്ക് ഞാൻ പോകുന്നില്ല. കോൺഫിഡൻസ് കുറവ് ഇല്ല. പക്ഷെ അല്ല, എന്നാലും ഇമ്പ്രൂവ്മെന്റേ ഉള്ളൂ. കോൺഫിഡൻസ് ഇപ്പൊ കുറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കോൺഫിഡൻസ് കൂട്ടാന്നല്ലേ തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് വലിയ കയ്യിൽ നിന്ന് ലോസ് അങ്ങ് വരാത്തോണ്ട് പിന്നെ ആ ഒരു വലിയ കോൺഫിഡൻസ് കുറവിലേക്ക് പോകുന്നില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസിന്റെ ഈ ഇടയ്ക്ക് നേരത്തെ പറ്റാറ് കുറച്ച് കണ്ടിന്യൂസ് അല്ലെങ്കിൽ നമ്മൾ അടുത്തടുത്ത് ട്രേഡ് എടുക്കുമ്പോൾ ലോസ് വരുമ്പോ പിന്നെ ഒരു ട്രേഡ് നമ്മള് ഒരു എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അസറ്റിൽ വെക്കാതെ വിടും. അവിടെ ആയപ്പോഴും പറ്റാറ്. ഇപ്പൊ നമ്മൾ അങ്ങനെ പിന്നെയും ആ ഒരു പാറ്റേണിന് മാറ്റം വന്നു. ഇപ്പൊ നമ്മൾ അതായത് ഒരെണ്ണം ലോസ് വന്ന് അതിന്റെ കുറെ അടുത്തെടുക്കണം. ആ ഒരു പാറ്റേണിനൊക്കെ ഒരു കുറവ് വന്നപ്പോ നമ്മൾ അങ്ങനെ അസറ്റിൽ ഇല്ലാതെ വെക്കണതും പയ്യെ മാറി. അപ്പം കൂടുതലാണെന്ന് തോന്നുമ്പോ പിന്നെ പയ്യെ നമ്മളങ്ങ് മാറി നിൽക്കുക, അല്ലെങ്കിൽ മൈൻഡ് എങ്ങനെയും ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താന്നുള്ള ഇതിലേക്ക് അതിപ്പം അത് ഇപ്പൊ 2 ആഴ്ചയായിട്ട് അത് സക്സസ് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഓവറോള് കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ലാതെ തന്നെ പോകുന്നു. പിന്നെ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലും ഇപ്പം ബിജോയ് ആണെങ്കിലും ഇപ്പം ഇന്നിപ്പം നോക്കിയപ്പോ അപ്ഡേറ്റ് ചെയ്തതിന് പ്രോഫിറ്റ് ഒക്കെ കണ്ടപ്പോ ഒരു സന്തോഷം തോന്നി. 1-2 പേരെ ആ ഒരു മാറ്റം വിജയ് പറയുകയും ചെയ്തില്ല. ആൾക്കാര് ഉണ്ടല്ലോ കരകയറണം എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ഇമ്പ്രൂവ്മെന്റ്, അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ ഹാർഡ് വർക്ക് ചെയ്യണവർക്ക് ഉണ്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ബാക്കിയുള്ള ആളുകൾക്കൊന്നും ബോറടിക്കുന്നില്ലല്ലോ. ബോറടിക്കണ്ടെങ്കിൽ കൈവന്നിച്ചോ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പൊന്തിക്കാൻ പറഞ്ഞത്. എനിക്ക് ഇപ്പൊ എൽദോ പറഞ്ഞോടുകൂടി ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് കടക്കാം, അനാലിസിസിലേക്ക് നടക്കാം. ബിജോയ് അതുപോലെ സവീഷ് അതുപോലെ എൽദോ എന്ന് പറയുന്ന ആളുകൾക്ക് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്ന് പറയുന്നത്. ആ ഒരു ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ ഒരു പ്രീമിയം ക്ലാസ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ക്ലാസ് അവർക്ക് കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ അവരൊരു പ്രത്യേക മോണിറ്ററിങ്, ഒരു പ്രത്യേക ലെവലൊരു മോണിറ്ററിങ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വളരെ ഭയങ്കര ടൈറ്റ് മോണിറ്ററിങ് അല്ലായിരുന്നു. എന്നാൽ പോലും അവിടെ ഒരു ചില സെറ്റപ്പുകൾ കൊണ്ടും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൊണ്ടും അവിടെ ഒരു മോണിറ്ററിങ് ഉണ്ടായിരുന്നു.
അതിന്റെ ബേസ് ചെയ്തിട്ടാണ് അവരിപ്പോ ഇങ്ങനെ ഒരു ലെവലിലേക്ക് ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇമ്പ്രൂവ്മെന്റ് എന്ന് ഞാൻ ഇപ്പോൾ ബിജോയോട് ചോദിച്ച പോലെ തന്നെ പണ്ടത്തെ പ്രോഫിറ്റ് പോലെയല്ല. പണ്ട് പ്രോഫിറ്റിൽ പലപ്പോഴും അവര് ഒരു ഗെയിം എപ്പോഴും ഇട്ട് വയ്ക്കും. ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജിയുടെ ട്രേഡ് എടുത്ത് 2 or 3 ഗാംബ്ലിംഗ് ചെയ്യും, അല്ലെങ്കിൽ ഗാംബ്ലിംഗ് ചെയ്തിട്ട് ഇടയിലൊരു സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് എടുക്കും. അതൊക്കെ ഏറെക്കുറെ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇവിടെ. ഇതല്ലേ മൂന്നാളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഏറെക്കുറെ നല്ലൊരു 99% സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇവിടെ. ബിജോയ്ക്ക് എനിക്ക് തോന്നുന്നു 100% സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ മൊത്തം ഇപ്പൊ ഈ സ്ട്രാറ്റജി മാത്രം എടുക്കണല്ലോ, വേറെ ഒന്നും നോക്കുന്നില്ല. സവീഷോ എനിക്ക് തോന്നുന്നു സവീഷന്റെ എൽദോക്കെ അത് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഒരു അഡീഷണൽ ആയിട്ട് എടുക്കുന്ന ഞാൻ സാറിന് ടിപ്പ് അതെ അതിനിടക്ക് അവിടെ ഇതിനിടക്ക് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ട്രേഡ് ഞാൻ ചെറുങ്ങനെ നോക്കും, അല്ലാതെ എടുക്കുന്നൊന്നുമില്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ഒരിക്കൽ കൂടി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡ്, നിങ്ങളുടെ രണ്ടുപേരുടെ മൈൻഡ് എങ്ങനെയുണ്ട്. ഇപ്പോൾ മൈൻഡിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. എനിക്ക് പ്രോഫിറ്റ് ലോസ് അവിടെ നിൽക്കട്ടെ, മൈൻഡിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. എങ്ങനെയുണ്ട് വിജയ്? ഹലോ, പറയും. ഇപ്പോ മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാ എന്നിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കും, പിന്നെ ലോസ് വന്നു കഴിഞ്ഞാ പിന്നെ അടുത്ത് എടുക്കാനുള്ള പരിപാടി തുടങ്ങും. എന്നിട്ട് എങ്ങനെയെങ്കിലൊക്കെ എടുത്താൽ മതി എന്നുള്ളതാവും. എടുക്കും, പിന്നെ ലോസ് വരും, പിന്നെ ലോസ് വരും. ഇങ്ങനെ ഒരു ചെയിനായിട്ട് പോകണം. ഇപ്പൊ അതല്ല, ഇപ്പൊ നോക്കിയിരിക്കും, കിട്ടണതുണ്ടെങ്കിൽ മതി എന്നുള്ളൊരു മെന്റാലിറ്റി ആയി. ഒരു എന്താ പറയാ, ക്ലാരിറ്റി കൂടുതലും നോർമൽ അതന്നെ ക്ലാരിറ്റിയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നുണ്ടായേക്കാളും കൂടുതൽ, അല്ലാതെ വലിയൊരു മാർക്കറ്റിനെ കാണുന്ന ഒരു ഗ്രൈൻഡ് ആയിട്ട് അങ്ങനെ തന്നെയാണ്. ആ ഒരു മാറ്റം വന്നിട്ടുണ്ട് നമുക്ക്. ആ ഒരു മാറ്റം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അത് വന്നിട്ടുണ്ട്, ആ ഒരു മാറ്റം. ആൻഡ് നമ്മളിന്നിപ്പോ ലൈവ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ ഇത് നമുക്ക് സംസാരിക്കാം, അവസാനം സംസാരിക്കാം. 3 പേരോട് ഞാൻ ഒരിക്കൽ കൂടി അവസാനം സംസാരിക്കാം. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വെച്ചിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ആളുകൾ അതിന്റെ ഇടയിൽ ആരെങ്കിലും വരാനുണ്ടെങ്കിൽ സമയം പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് എന്ന് വിചാരിച്ചപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പോലെ വീക്ക്ലി അനാലിസിസ് ഫ്രൈഡേ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. വീക്ക്ലി അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കോട്ട് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ വളരെ സിമ്പിൾ ആയുള്ള ഒരു ട്രേഡിംഗ് ടിപ്പാണ്. ലെസ് റിസ്ക് ഈക്വൽ ടു ലെസ് ഇമോഷൻ. ഇഫ് യു ആർ ഫീലിംഗ് ഫിയർഫുൾ ദെൻ റെഡ്യൂസ് യുവർ റിസ്ക്. വളരെ സിമ്പിൾ ആയ ഒരു കോട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിസ്ക് കുറയും തോറും നിങ്ങളുടെ ഇമോഷൻസ് കുറയും. അല്ലെങ്കിൽ ട്രേഡിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഫ്ലക്ച്വേഷൻസ് എന്തായിരിക്കും, കുറയും. നിങ്ങൾക്ക് ഫിയർഫുൾ ആവുകയാണ്, പേടി തോന്നുകയാണെങ്കിൽ ദെൻ റെഡ്യൂസ് യുവർ റിസ്ക്. ഇവിടെ ഇരിക്കുന്ന പലർക്കും നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യാറ്. കാരണം എന്ന് വെച്ചാൽ കൂടുതൽ റിസ്ക് എടുക്കും, എന്തായിരിക്കും കൂടുതൽ ഇമോഷൻസ് ഉണ്ടാവും. ഫീലിംഗ് ഫിയർഫുൾ ആണെങ്കിൽ പോലും എന്ത് ചെയ്യും, റിസ്ക് റെഡ്യൂസ് ചെയ്യില്ല, കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മൊത്തം മാർജിനിൽ ട്രേഡ് എടുത്ത് വാഷ് ഔട്ട് ചെയ്യും. അപ്പൊ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്നാണ് ഇതിൽ പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മണി മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള, പൊസിഷൻ സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇത് വരുന്നത്. എന്താണ്, ചെറിയ റിസ്ക് എടുക്കുക, ആ റിസ്ക് എടുത്ത് ബിൽഡ് ചെയ്ത് എന്ത് ബിൽഡ് ചെയ്യുക, നിങ്ങളുടെ ഇമോഷൻസ് സ്റ്റേബിൾ ചെയ്ത് എന്ത് ചെയ്യുക, പിന്നെ പതുക്കെ ഗ്രാജുവലി കൂട്ടിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവിടെ ഈ ടിപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇതിങ്ങനെ വായിച്ചപ്പോൾ ആർക്കെങ്കിലും ഇത് മനസ്സിലായിട്ടുണ്ടോ? ഇതുപോലെ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? എന്താ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിച്ചാണെങ്കിലും കുഴപ്പമില്ല. അതന്നെന്നല്ല, നിങ്ങൾ എന്താ ചിന്തിച്ചതെന്നൊന്ന് പറയും. ഇല്ല, ഇങ്ങനെ തന്നെയാ ചിന്തിച്ചത് ഞാൻ. കാരണം ഞാൻ ഇത് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ട്രേഡിലോട്ട് കടന്നു കഴിഞ്ഞപ്പോ കണ്ടിന്യൂസ് ഒരു 8-9 ട്രേഡ് ലോസ് വന്നപ്പോ ഞാൻ 0.2 എടുത്തുകൊണ്ടിരുന്നു. അപ്പം കുറച്ച് എന്റെ ക്യാപിറ്റൽ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ നോർമലി നമ്മള് അടുത്ത ഇത് വലിയൊരു കുറച്ചധികം ഒരു ലോട്ടിലോട്ട് ഇട്ടിട്ട് റിക്കവർ ചെയ്യാൻ നോക്കാറാണ് പതിവ്. അത് നേരെ മറിച്ചിട്ട് ഞാൻ അന്നേരം 0.2 0.1 ഇട്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഞാൻ ആ പോയത് ഞാൻ തിരിച്ചു പിടിച്ചത്. അതിനുശേഷം എന്റെ ക്യാപിറ്റൽ എത്ര ഉണ്ടായിരുന്നു അത് എത്തിയതിനു ശേഷം മാത്രമാണ് പിന്നെ ഞാൻ അടുത്തത് കൂട്ടിയത്. അപ്പൊ ആ ഒരു വായിച്ചു കഴിഞ്ഞപ്പോ നമ്മൾ ചെയ്ത ഒരു കാര്യം ആണ് ഇത് എന്നുള്ളൊരു തോന്നലാണ് വന്നത്. എനിക്ക് ആ രീതി തന്നെ ഞാൻ എടുത്തത്. അതല്ലേ, ഓക്കെ. അതിനാണ് എന്ത് തോന്നി, ഞാൻ എന്തോ പിന്നെ ഡിസ്കസ് ചെയ്യട്ടോ. അതിന്റെ ടോപ്പിക് ഒരു അവസാനം ഉണ്ട്, അതുകൊണ്ട് ഞാനിത് കേട്ടു പോകുന്നു. പറയുള്ളൂ. അതിനാണ് ഞാനിങ്ങനെ എന്താ വിചാരിച്ചത്, നമ്മള്
ട്രേഡ് എടുക്കുന്ന ഏരിയയിൽ അങ്ങനെ ആ ഒരു സെറ്റപ്പിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇപ്പൊ 1% റിസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു 0.50 30 ആക്കിയിട്ട് റിസ്ക് ചെയ്തിട്ട് നമ്മള് എന്താക്കുക, നമ്മളെ റിസ്ക് കുറയ്ക്കുക, എന്നിട്ട് ഓക്കെ, ട്രേഡ് എടുക്കുക. ബോത്ത് രണ്ടും സെയിം തന്നെയാണ്. കാരണം നിങ്ങൾ പ്രോഫിറ്റിനെ കുറിച്ച് ചിന്തിക്കാത്തടത്തോളം, പ്രോഫിറ്റിനെ കുറിച്ചിട്ട് വലിയ പ്രോഫിറ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ക്വിക്ക് പ്രോഫിറ്റിനെ കുറിച്ച് ചിന്തിക്കാത്തടത്തോളം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റ് വരും. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്ന കുറേ ആൾക്കാർക്ക് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്ക് അത് മനസ്സിലായി തുടങ്ങിയിട്ടുള്ളൂ. റിസ്കിനെ മാനേജ് ചെയ്താൽ, നിങ്ങൾ പ്രോപ്പർലി മാനേജ് ചെയ്താൽ നിങ്ങൾ പ്രോഫിറ്റ് ആണ്. എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചാലും നിങ്ങൾ പ്രോഫിറ്റ് ആണ് കേട്ടോ. ഓക്കെ, അതിനാൽ അപ്പോൾ രണ്ടുപേരും സംസാരിച്ചു, വേറെ ആരും ഒന്നും പറഞ്ഞില്ല. എനിക്കറിയില്ല എന്താണ് കാര്യം എന്ന് അറിയില്ല, കോട്ട് മനസ്സിലാവാത്തതാണോ മറ്റുള്ള കാര്യങ്ങളാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിവേ നമുക്ക് വീക്ക്ലി അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചു? ട്രേഡിങ്ങിന്റെ ചാർട്ട് ഒന്ന് ക്ലോസ് ആയിപ്പോയി അല്ലേ? അതെ, എന്റെ ഒരു ഷോർട്ട് കട്ട് ഇതായി പോയതാണ്, തെറ്റിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ പതിപോലെ തന്നെ നമ്മളിപ്പോൾ അനാലിസിസിലാണ് ഇരിക്കുന്നത്. ഇനി ഇരിക്കുന്നതിൽ നമ്മൾ ഡെയിലി അനാലിസിസുമായിട്ട് വ്യത്യസ്തമായ മറ്റുള്ള രീതിയിലാണ് വീക്ക്ലി അനാലിസിസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുറേ ആളുകൾ ചിലപ്പോൾ ഇട്ട ആളുകൾ എന്താണ് അവിടെ PNL ഇട്ട ആളും പിക്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്തും സ്റ്റാമ്പ്സ് അപ്ഡേറ്റ് ചെയ്ത ആളുകൾ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയായിരുന്നു ഈ ആഴ്ചയിലെ പെർഫോമൻസ് എന്നുള്ളത് ആദ്യം സ്റ്റാറ്റിസ്റ്റിക്സ് ചെക്ക് ചെയ്യും. പിന്നെ രണ്ടാമത് നമ്മൾ അതിന്റെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ആദ്യം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ ആഴ്ച ട്രേഡ് എടുത്ത ആളുകൾ ഒന്ന് കൈവന്നിച്ചേ. ട്രേഡ് എന്ന് പറയുന്നത് ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ടുള്ള ട്രേഡാണ് കേട്ടോ. 9 പേരെ കാണുന്നുള്ളൂ, പക്ഷെ 9 പേരല്ല, കുറെ ആളുകൾ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. 9 പേരെ അവിടെ കാണുന്നുള്ളൂ. ആരൊക്കെ കൈവന്നിച്ചു? കുറെ ആളുകൾ ഇനിയും കൈബന്ധിക്കാൻ എടുക്കുന്നുണ്ടല്ലോ. സജീഷ് ഇവിടെ ഇല്ലേ? ജിതിൻ കൈബന്ധിച്ചിട്ടുണ്ടോ? ജിതിൻ കൈബന്ധിച്ചിട്ടുണ്ട്. സജീഷൊക്കെ അപ്ഡേറ്റ് ചെയ്താണ്. റഷീദ് മുനൂർ അപ്ഡേറ്റ് ചെയ്താണ്. എന്തുകൊണ്ടാണ് കൈബന്ധിക്കാത്തത്? യാസർ. ഓക്കെ, 10 പേര് കാണിക്കുന്നുണ്ട്, സജീഷോട് ഇല്ല. ഓക്കെ, അപ്പൊ ഈ 10 പേരിൽ എത്ര പേര് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു? കൈബന്ധിച്ചോളൂ. 6, 7 പേര് പ്രോഫിറ്റ്. 10 പേരിൽ 7 പേരാണ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. 10 പേരിൽ ടോട്ടൽ 10, അതിൽ 7 പേരാണ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. 7 പേര് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഇതിൽ 7 പേര് പ്രോഫിറ്റ് എന്ന് പറയുന്നതിൽ നിങ്ങളുടെ ക്യാപിറ്റലിന്റെ ഒരു 50% എബോവ് ആരെങ്കിലും ഇത്തവണ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ? ടോട്ടൽ ക്യാപിറ്റലിന്റെ 50% എബോവ്. സവീഷ് 50% എബോവ് ചെയ്തിട്ടുണ്ടോ? 50% എബോവ്. എത്ര പെർസെന്റേജ് ഉണ്ടാവും? ഏറെക്കുറെ 30%. എത്ര? 30. 50യുടെ മുകളിലാണോ 30? 50 പറഞ്ഞത്, ഞാൻ 15 കേട്ടത്. സോറി. 50 മുകളിലാണോ? സോറി. അപ്പൊ ആരുമില്ല. 40യുടെ മുകളിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? 40 ഇല്ല. 40യുടെ മുകളിൽ ആരും കാണാനില്ല. അപ്പൊ 30യുടെ മുകളിൽ സബീഷ് ചെയ്തിട്ടുണ്ട് അല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ? 30+ ചെയ്തിട്ടുണ്ടോ? അല്ല, 30+ ആരും ചെയ്തിട്ടില്ല. 25 എബോവ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? 25 ആരുമില്ല. 20% എബോവ് ഉണ്ടോ? 20% എബോവ് ആരുമില്ല. വളരെ നല്ലതാണല്ലോ. 50% എബോവ് ആരെങ്കിലും ഉണ്ടോ? 15% എബോവ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത ആളുകൾ ഹെൽത്തോ 50% എബോവ് ഒരാളുണ്ട്. ഇനി 10% എബോവ് എത്ര പേരുണ്ട്? ധനുജ്, റഷീദ് 2 പേര്. 10% എബോവ് 2 പേര്. 5% എബോവ് സജീഷ്. പിന്നെ സജീഷ് മാത്രമേ ഒരു പേര്. പിന്നെ പ്രോഫിറ്റിൽ ഇരിക്കുന്ന ആളുകൾ, ഐ മീൻ 2.5% എബോവ് ആരാള്? നമ്മുടെ ടാർഗറ്റിന്റെ മുകളിലുള്ള ആളുകൾ. വിജയ് മാത്രമേ ഉള്ളൂ. 2.5% ജിതിനും ഉണ്ട്. 2 പേരുണ്ട് അല്ലേ? 3 പേര്.
ഫഹീമുണ്ടോ? ഓക്കെ. അപ്പൊ നോക്കുന്ന സമയത്ത് 3 1 4 4 2 6 6 1 7 8 പേരായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നേരത്തെ സജീഷ് കൈബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കൈബന്ധിക്കുന്നത്, എന്താ ബിസി ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ 11 8 പേര് പ്രോഫിറ്റ് ആണ്. ബാക്കി 3 പേര് പ്രോഫിറ്റ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിൽ വെച്ചിട്ട്. ഈ പ്രോഫിറ്റ് ആയ ആൾക്കാരുടെ ഡീറ്റെയിൽ ആണ് ഇപ്പൊ നമ്മളിവിടെ തന്നിരിക്കുന്നത്, അല്ലെ? ഞാനിത് ഒരു ജസ്റ്റ് ഒരു ആദ്യം ഒരു ഫിഗർ ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ഒരു ചാർട്ട് റെഡി ആകട്ടെ, എന്നിട്ട് നമുക്ക് ഇതിനെ കുറിച്ചിട്ട് മറ്റൊരു രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കാം. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, സജഷൻ നോട്ടാട്ടോ. ആൻഡ് ഇനിയിപ്പോ ലോസ് വന്നിരിക്കുന്ന ആളുകളുണ്ട്. ലോസ് വന്നിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് 3 പേരുണ്ട്. ആരൊക്കെ ഉണ്ടാവും അത്? ആരൊക്കെയുണ്ട്? 3 പേര് ആരൊക്കെയുണ്ട്? പേര് ജസ്റ്റ് ഒന്ന്. അദ്നാൻ, ബാദിഷ, യാസിർ, പിന്നെ ആരാ വന്നിരിക്കുന്നു? അദ്നാൻ. 3 പേര് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് യാസിർ, നമ്മൾ സാധാരണ ഒരു അനാലിസിസ് നടത്തുന്ന ഒരു കുറച്ച് പൊന്ന് ഈ ഒരു രീതിയിലായിരുന്നു നടത്തിയിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, അതും ട്രൈ ചെയ്യണം. എന്തായിരുന്നു യാസിറിന്റെ ഒരു ലോസ് വരാനുള്ള കാരണം എന്തായിരുന്നു? എന്റെ മെയിനായിട്ട് ഈ ഒരു മന്ത് ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല മാർക്കറ്റിൽ, അധിക സമയമായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇരുന്ന സമയങ്ങളിൽ, ചെറിയ സമയങ്ങളിൽ പെട്ടെന്ന് കുറച്ച് ട്രേഡുകൾ പെട്ടെന്ന് എടുത്തിട്ടുണ്ടായി, കൂടുതൽ കൺഫർമേഷൻ ഇല്ലാതെ. കൺഫർമേഷൻ അങ്ങനെയല്ല, ബേസിക് ആയിട്ട് കണ്ടു, പിന്നെ കൂടുതൽ നോക്കാതെ ഉള്ള കുറച്ച് ട്രേഡ്സ് ഉണ്ടായി. ആ എടുത്തതാണെങ്കിൽ 3 ലോട്ട് സൈസിലാണ് എടുത്തത്. അതാണ് പ്രശ്നം. അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഉണ്ടായി. അതെ അതെ, അത് ഈ ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഉണ്ടായി. രണ്ടെന്താ ഉണ്ടായിരുന്നത്? ലോട്ട് സൈസ് കൂടുതലായിരുന്നു, അതായത് റിസ്ക് കൂടുതലായിരുന്നു. അതെ, കറക്റ്റ്. അതെ, ഇൻക്രീസ് സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. ഒരു മിനിറ്റ്. ഓക്കെ, എന്താണ് ഇതിന് പോകാൻ വഴി? 0.1 വന്നു. ഇപ്പം രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പഴയ ഒരു സിസ്റ്റത്തിലോട്ടേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് കുറച്ച് പറ്റിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുപറ്റി പറഞ്ഞോ? നമുക്കത് തെറ്റ് നമുക്ക് എവിടെ പറയുന്നത് പോലെ തന്നെ ലോട്ട് സൈസ് കൂടി, പിന്നെ കൂടുതൽ സമയം മാർക്കറ്റിൽ ഇരിക്കാതെ പെട്ടെന്ന് ചെറിയ 1-2 പോസിബിലിറ്റി കാണുമ്പോൾ തന്നെ ട്രേഡ് എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിപ്പോയി. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇംബാലൻസ് വരുന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല. അധികവും അതിങ്ങനെയാണ് പറ്റിയിട്ടുള്ളത്. ഇരിക്കുന്ന സമയത്തിൽ ഒരു ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടൊരു ട്രേഡ് അങ്ങനെ കൂടുതൽ എടുത്തത്, അതിലാണ് ഈ പറഞ്ഞ പ്രശ്നം പറ്റിയത്. ഓക്കെ, അതായത് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ട്രേഡ് എടുത്തു എന്നുള്ള രീതിയിൽ, അതായത് ട്രേഡ് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത രീതിയായിരുന്നു, അല്ലെ? അതെ അതെ, പെട്ടെന്ന് ഒരു ട്രേഡ് എടുക്കാൻ വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ ലോട്ട് സൈസ് 2-3 അതായത് ഞാൻ മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്തത്. അല്ല, അത് എടുക്കുന്ന സമയത്ത് ലോട്ട് സൈസ് 2 and 3 എന്ന് പറയല്ലേ, എന്തായിരിക്കും കാരണം? ഒരു കാരണം ഉണ്ടാവില്ല നമുക്ക് ലോട്ട് സൈസ് കൂട്ടുന്നത്. എന്തായിരിക്കും കാരണം? അതായത് ആ ഒരു TP വെച്ചെടുക്ക എത്തുന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ആണ് ഉണ്ടായത്. അപ്പോഴും ഒരു ക്വാണ്ടിറ്റി കൂട്ടാൻ അതല്ലല്ലോ ഒരു കാരണം, അതല്ലല്ലോ ആക്ച്വലി. അല്ല, പിന്നെ ഞാൻ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം 0.1 എടുത്തത്. അപ്പൊ അതെല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിഞ്ഞ മാസങ്ങളിൽ, അതായത് ഈ ഒരു നവംബർ അല്ല ഒക്ടോബറിലൊക്കെ പ്രോഫിറ്റിലായിരുന്നു. അപ്പൊ ആ ടൈമിങ്ങിലൊക്കെ 0.1 എടുത്തിട്ട് പ്രോഫിറ്റിലായത് കൊണ്ടായിരിക്കാം എനിക്ക് പെട്ടെന്നൊരു തോന്നി. അങ്ങനെ 0.2 0.3 രണ്ടും പരീക്ഷിച്ചു. നേരത്തെ 0.1 വരുന്ന സ്റ്റോപ്പ് ലോസ് കൂടുതലായി. അതാണ് മെയിൻ ആയിട്ട് വന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഒരു സൊല്യൂഷൻ വേണം, വേണ്ടേ? അതെ അതെ, തീർച്ചയായും. ഞാൻ ഈ പറയുന്ന ലോസിലാണ് ഉള്ളത് ഈ മന്ത്. സൊല്യൂഷൻ വേണം. ഓക്കെ, അവിടെ നിൽക്ക്. ഇതില് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്, റിസ്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാന്നുള്ളത് ഞാൻ സംസാരിക്കാം. സംസാരിച്ച കാര്യങ്ങൾ തന്നെ, പക്ഷെ ഒരു സൊല്യൂഷൻ വെച്ചിട്ടും കൂടിയാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് അദ്നാൻ പറയൂ. അദ്നാന്റെ ഇതെന്തായിരുന്നു? എന്തൊക്കെയായിരുന്നു പ്രശ്നം? എന്തായിരുന്നു? ശ്രദ്ധ കൂടിയതാ പ്രശ്നം. ശ്രദ്ധ കൂടിയതല്ല ആക്ച്വലി. ഫിയർ ഓഫ്
ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ആണെങ്കിൽ ഇവിടെ അതിനാന്റെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു എടുക്കാനുള്ള പെർഫെക്ഷൻ പേടി. പെർഫെക്ഷന് വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് അല്ലേ? അതെ, അതന്നെ ഉദ്ദേശിച്ചത്. അതന്നെ. പെർഫെക്ഷന് വേണ്ടിയിട്ടുള്ളായിരുന്നു. ഓക്കെ, പെർഫെക്ഷന് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് പെർഫെക്ഷന് ഒരു കാരണം ഉണ്ടാവും അതിന്റെ പുറകിൽ? എന്തുകൊണ്ടാണ് ഈ പെർഫെക്ഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും അത്? അത് സാറ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ കുറച്ച് പോയിന്റ്സ് ഉണ്ടല്ലോ. അത് ഇന്ന് എനിക്ക് മിസ്സായത് അങ്ങനെയാണ്. അത് ഇമ്പൾസീവ് മൂവ് ആയിരുന്നു. ഞാൻ എന്തായാലും ട്രേഡ് എടുക്കും, വരച്ചിട്ടും അങ്ങനെ സപ്പോർട്ടിലേക്ക് വന്ന സോണിലേക്ക് വന്ന ട്രേഡാ. പക്ഷെ അതൊരു ഇമ്പൾസീവ് മൂവ് കണ്ടപ്പോ അത് ഒഴിവാക്കിയതാ. അങ്ങനെ ഒഴിവാക്കി. അതല്ല അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്ന ഓരോ എൻട്രി ബേസ് ചെയ്തിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. ഒരു ഓവറോൾ ആണ് പറയുന്നത്. നമ്മളിപ്പോ പെർഫെക്ഷന് വേണ്ട ഒരു കാര്യത്തിന്റെ പെർഫെക്ഷന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് പുറകിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മോട്ടീവ് ഉണ്ടാവും അല്ലേ? എന്തായിരുന്നു ആ മോട്ടീവ്? പെർഫെക്ഷന് വേണ്ടിയുള്ള മോട്ടീവ് എന്തായിരുന്നു? പെർഫെക്റ്റ് അത് SL ആവരുത് എന്നുള്ളൊരു ഇതും അതായത് നിങ്ങൾ എടുക്കുന്ന ട്രേഡ് എന്തായിരിക്കണം? പെർഫെക്റ്റ് ആവണം. എല്ലാം പ്രോഫിറ്റ് ആവണം. അല്ലേ? അതെ. എന്ന് വെച്ചാല് അപ്പോ അത് വേറൊരു രീതിയിലുണ്ട് കേട്ടോ. അത് ഞാൻ സംസാരിക്കാം. എന്തായാലും പെർഫെക്ഷൻ അവിടെ നിൽക്കട്ടെ. മോട്ടീവ് ഞാനിപ്പോ സംസാരിച്ചു എന്ന് മാത്രം. ഇനി വേറൊരു പോയിന്റ്, പെർഫെക്ഷൻ മാത്രമുള്ള പോയിന്റ് വേറെ ഒന്നുമില്ല. പിന്നെ ഒരു ചെറിയ പേടിയുണ്ട്. അത് ഫസ്റ്റിൽ തന്നെ എനിക്കൊരു 2-3 SL ആണല്ലോ ഫസ്റ്റിൽ തന്നെ കിട്ടിയത്. അതിൽ തന്നെ ഞാൻ ചത്തിട്ടുള്ളൂ മൈൻഡ്. അപ്പൊ അതാണ് പിന്നീടുള്ള നല്ല നല്ല ട്രേഡുകൾ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റാതിരുന്നത്. എനിക്ക് അതുകൊണ്ടാവാന്നൊരു ഇത്. ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണോ? ഞാൻ ചോദിക്കണത് ആണോ? പോയി പിന്നെ എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് അത് കിട്ടുന്നില്ല. പിന്നെന്താ വേറെന്താ? വേറെ തന്നെ ഞാൻ ചിലത് ഓവറായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് സോണുകള്. അപ്പൊ അത് ഇംബാലൻസ് തിരിച്ചു വരുന്ന ഇപ്പൊ ഈ 3-4 ട്രേഡ് എല്ലാം എടുത്തിട്ടുള്ളൂ. അപ്പൊ അതില് ഞാനത് ഒഴിവാക്കാനുള്ള കാരണങ്ങൾ അതായിരുന്നു. പക്ഷെ അതേ ട്രേഡ് പിന്നെ ഞാൻ ഗ്രൂപ്പിലേക്ക് വരുമ്പോ ആരെയും ദർശിച്ചിട്ട് TP അടിച്ചിരിക്കുന്നത് കാണാം. ഓക്കെ, ഗുഡ്. എന്തായാലും അവിടെ ഇരിക്കട്ടെ. യാസിർ പറഞ്ഞു, അദ്നാൻ പറഞ്ഞു, പിന്നെ ആരുള്ള മൂന്നാമത്തെ ആളാരായിരുന്നു? എന്ന് കൈവന്നിച്ച് ഞാൻ സത്യത്തില് ഡൗൺ ചെയ്തു. ഓക്കെ, ബാദുഷ പറയും എന്തായിരുന്നു? സാറേ, നമ്മളെ ക്ലാസ് കഴിഞ്ഞ ശേഷം ട്രേഡ് ലൈവിൽ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒഴിവാക്കുന്ന ട്രേഡുകളെല്ലാം നാം TP അടിക്കുകയും എടുക്കുന്ന ട്രേഡുകൾ ലോസിലേക്ക് പോവുകയും ചെയ്യുന്ന അപ്പൊ എന്തായിരുന്നു അവിടെ ഒരു പ്രശ്നം വന്നിരുന്നത്? ജഡ്ജ്മെന്റൽ ഇഷ്യൂ ഒന്നുണ്ടായിരുന്നു? അതെ, ഞാൻ കൂടുതലും കൺഫർമേഷൻ നോക്കി പല ട്രേഡുകൾ ഒഴിവാക്കിടും. അത് TP അടിക്കുന്ന കാണുമ്പോൾ പിന്നെ അടുത്ത ട്രേഡ് വരുമ്പോഴത്തേക്ക് അത് കയറി എടുക്കാൻ നോക്കും. അതെന്താണ് ഇഷ്യൂ? എന്താ കയറി എടുക്കാന്ന് പറയുമ്പോ എന്താണ്? ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ആണോ? ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റെന്താണ്? എന്താണ്? അല്ല, നമ്മൾ കൂടുതൽ കൺഫർമേഷൻ എടുത്ത ട്രേഡുകൾ ഒഴിവാക്കി അത് പ്രോഫിറ്റിലേക്ക് പോകുന്ന കണ്ടിട്ട് പിന്നെ വീണ്ടും അടുത്തത് വരുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ നല്ലൊരു സ്റ്റോപ്പ് ലോസ് ആയിരിക്കും വെച്ചിരിക്കുന്നത്. അത് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയി അടുത്ത നമ്മൾ കയറി അടുത്തത് വരുമ്പോൾ വീണ്ടും കൂടുതൽ കൺഫർമേഷൻ എടുക്കാൻ ചിലപ്പോൾ ചെക്ക് ചെയ്യാൻ ശ്രമിക്കാറില്ല. ഓക്കെ. അപ്പൊ ജഡ്ജ്മെന്റൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ ഞാൻ അതിനെ ഉൾക്കൊള്ളിക്കുകയാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? പോയിന്റ് ഉണ്ടോ? വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ. ഓക്കെ, ഇത്രയാണ് ഇപ്പൊ നമ്മളിപ്പോ ഇന്നത്തെ ഒരു അനാലിസിസിൽ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത 2 ടോപ്പിക് എന്ന് പറഞ്ഞു. ഒന്നെന്താണ്? ഒന്ന് പ്രോഫിറ്റിനെ എന്തോ പറഞ്ഞോളൂ സാർ. ഇപ്പൊ സംസാരിച്ചപ്പോ പറഞ്ഞില്ലേ, വേറൊരാള് നമ്മള് അതായത് ഒഴിവാക്കിയ ട്രേഡ് വേറൊരാൾ വരച്ചിട്ടിട്ട് പ്രോഫിറ്റ് കാണുമ്പോ നമ്മളുടെ കൺട്രോൾ ലൂസ് ചെയ്ത് അടുത്ത ട്രേഡ് നമ്മൾ എടുക്കുന്നു എന്നൊരു ഇത് പറഞ്ഞില്ലേ? അത് പലപ്പോഴും സംഭവിക്കുന്നതായിട്ട് എനിക്ക് നേരത്തെ ഞാൻ അതിലേക്ക് വരാം. ഞാൻ ആദ്യം അനാലിസിസ് ഒന്ന് ചുരുക്കി കഴിഞ്ഞിട്ട് ഞാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അല്ല അതൊന്നുകൂടി സൂചിപ്പിച്ചാൽ മതി കേട്ടോ. സൂചിപ്പിച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഞാൻ അനാലിസിസിലേക്ക് വരുന്നത് ഇപ്പൊ നമ്മളിപ്പോ പതിവ് ഇതുപോലെ നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ട്, ചെറിയൊരു വ്യത്യാസത്തിൽ ചെയ്തിട്ടുണ്ട് മാത്രം. അനാലിസിസിൽ ഇപ്പൊ കാര്യമായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വലതുവശത്തിരിക്കുന്ന, അതായത് സ്ക്രീനിന്റെ വലതുവശത്തിരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലും ഇടതുവശത്തിരിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. അതായത് പ്രോഫിറ്റ് കൂടുതലും ലോസ് കുറവുമാണ്. അല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒറ്റ നോട്ടത്തിൽ അതെല്ലാം മനസ്സിലാവുന്നുണ്ട്. പ്രോഫിറ്റ് കൂടുതലും ലോസ് കുറവാണെന്നുള്ളത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ലോസ് നമുക്ക് ഒരു വിധത്തിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതല്ല.
ലോസ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതല്ല. ലോസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ ആ ലോസിനെ എങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അതിനെ റിക്കവർ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ റിക്കവർ ചെയ്യുന്നതല്ല, മാനേജ് ചെയ്യണം. റിക്കവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മാനേജ് ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. ഇപ്പൊ ഇപ്പുറത്ത് പ്രോഫിറ്റിൽ ഇരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% പ്രോഫിറ്റ് കിട്ടിയ ഒരാൾ ആരാണ്? സവീഷാണ്. സവീഷിനോട് ഞാൻ മുന്നേ നമ്മൾ ക്ലാസ് തുടങ്ങിയ സമയത്ത് ചോദിച്ചിരുന്ന ഒരു കാര്യം, എങ്ങനെയാണ് അവരുടെ കോൺഫിഡൻസ് ലെവലിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? 50% എബോ പ്രോഫിറ്റ് കിട്ടിയ ആളാരാണ്? രണ്ടാമത്തെ ആളാരാ? ഹെൽത്തും അല്ലേ? 15%. 50%. അതിന്റെ 10% എബോ കിട്ടിയ ഒരാളാരാ? ബിജോയ് അല്ലേ? ഒരാള് അല്ല എന്റെ അല്ല ബിജോയുടെ വലിയ ക്യാപിറ്റൽ ആയിരുന്നു. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എനിവേ ഞാൻ നിൽക്കട്ടെ. ഞാൻ വീണ്ടും ഇവരെ 3 പേരിലേക്ക് തന്നെയാണ് പോകുന്നത്. 30%ലേക്കും 50%ലേക്കും എത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കൽ പോലും കാണാൻ പറ്റാത്തൊരു പേരായിരിക്കും മുന്നേ അനാലിസിസ് നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു പേരായിരുന്നു ഹെൽത്ത്. ഹെൽത്ത് ഒരു കാലത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരിക്കലും അങ്ങോട്ട് ഒരു പെർസെൻറ്റേജ് കയറി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിക്ക ദിവസങ്ങളിലും അല്ലെങ്കിൽ മിക്ക സമയത്തും ഹെൽത്ത് വലിയ രീതിയിൽ ലോസ് തന്നെയായിരുന്നു. ആ ലോസിനെ ചെറിയ രീതിയിലേക്ക് പ്രോഫിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ സവീഷിന്റെ കാര്യം പറഞ്ഞാലും സവീഷ് ഒരു മിഡിൽ ലെവലിൽ നിൽക്കുന്ന ആളായിരുന്നു. സവീഷ് ഇപ്പൊ ഏകദേശം 30% ക്യാപിറ്റലിന്റെ ഇത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്കുള്ള ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ സമയത്ത് അവരതിനെ കുറെ കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ കിടന്ന, അല്ലെങ്കിൽ അവർക്കൊരു ഷെല്ല് ക്രിയേറ്റ് ചെയ്തിരുന്ന കുറെ കാര്യങ്ങൾ അവർ പൊട്ടിച്ചു കളഞ്ഞു. എന്നാൽ അതേ ക്ലാസ് കിട്ടിയ ആളായിരുന്നു ബാദുഷ. അല്ലെ ബാദുഷ? അതേ ക്ലാസ് കിട്ടിയ ആളായിരുന്നു ബാദുഷ ലോസിലുമാണ് നിൽക്കുന്നത്. അപ്പൊ അതിലൊരു വിരോധാഭാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരേ ക്ലാസ്സിലിരിക്കുന്ന ആളുകൾ പ്രോഫിറ്റും, ഒരേ ക്ലാസ്സിലിരിക്കുന്ന അതേ ക്ലാസ്സിലിരുന്ന ആള് തന്നെ ലോസും സംഭവിക്കുന്നത്. ഇനി നമ്മളിപ്പോ ഇടത് സൈഡിൽ എന്ന് പറഞ്ഞാൽ, വലത് സൈഡിൽ എന്ന് പറഞ്ഞാൽ ലോസിന്റെ എന്ന് പറഞ്ഞാൽ വലത് സൈഡിൽ ഇരിക്കുന്ന ആ ഒരു ഫോമോ അല്ലെങ്കിൽ റിസ്ക് ഇൻക്രീസ് ചെയ്ത് പെർഫെക്ഷൻ, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ജഡ്ജ്മെന്റൽ ഇഷ്യൂസ്, ഈ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടോ? സവീഷ് ഉണ്ടോ? ഞാനിപ്പോ പറഞ്ഞ കേട്ടിട്ടില്ല. ഈ പറഞ്ഞ സ്ക്രീനിന്റെ വലതുവശത്ത് ലോസ് 3 എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് ഫോമോ, റിസ്ക് റിവാർഡ്, പെർഫെക്ഷൻ, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ജഡ്ജ്മെന്റൽ ഇഷ്യൂസ്. ഇപ്പൊ ഉണ്ടോ നിങ്ങൾക്ക്? എനിക്കിപ്പോ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നത്? എന്തുകൊണ്ടാ ഞാൻ ആദ്യം കുറച്ച് ട്രേഡ് എടുക്കാതെ ഇങ്ങനെ കൺഫർമേഷൻ നോക്കിയിട്ട് തന്നെ എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എല്ലാത്തിനും കൺഫർമേഷൻ നോക്കിയിട്ട് അവസാനം ട്രേഡ് മിസ്സായിട്ട് നമ്മൾ അത് ചെറുത് TP അടിക്കും, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ അതൊരു മാറിയത് പറഞ്ഞാല് അങ്ങനെ ഒരു മുകളിലൊരു നല്ലൊരു സപ്പോർട്ട് താഴേക്ക് വരുന്ന സമയത്ത് നമ്മൾ അത് എവിടെ വരെ പോകുന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയ പിന്നെ എനിക്കൊരു പിന്നെ കുറച്ച് ഈസി ആയതെന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ, ഇതേ ചോദ്യം തന്നെ നിൽക്കട്ടോ. ഞാൻ നിങ്ങളോട് രണ്ടാളിലേക്കും തിരിച്ചു വരാം. ഇതേ ചോദ്യം തന്നെ ബിജോയോട് ചോദിച്ചു ഞാൻ തരും. കാരണം ബിജോയ്ക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടാവും. ബിജോയ്ക്ക് ഇതെല്ലാം ഉണ്ടായിരുന്നതാണ്. ഏറ്റവും കൂടുതൽ ജഡ്ജ്മെന്റൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് മുഖേന ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ലാക്ക് ഓഫ് കോൺഫിഡൻസ് കാരണം തന്നെ എന്തായിരുന്നു, പെർഫെക്ഷൻ കൂടിയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഫോം അല്ലായിരുന്നു ബിജോയ്ക്ക് എന്തായിരുന്നു പ്രശ്നം? ട്രേഡ് എടുക്കാനുള്ള പേടി ആയിരുന്നു അല്ലെ? റിസ്ക് ഇൻക്രീസും ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? അപ്പൊ ബിജോയ്ക്ക് ഇതിനെ കുറിച്ചിട്ട് പറയാൻ പറ്റും? ബിജോയ് എന്ന് പറഞ്ഞോടുത്ത്. എന്റെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ നന്നായി പെർഫെക്ഷൻ നോക്കും. പിന്നെ അതേപോലെ തന്നെ എല്ലാ ലൈനുകളും, എല്ലാ സപ്പോർട്ട്, റെസിസ്റ്റൻസും ഒക്കെ വരയ്ക്കും. എല്ലാം വരച്ച് ആ മാർക്കറ്റ് നമ്മുടെ തേർഡ് ടച്ചിന്റെ അടുത്ത് എത്തണ സമയത്ത് എടുക്കണ്ടേ, ഇങ്ങനെ ചിന്തിച്ച് അവസാനം എൻട്രി മിസ്സാവും. പിന്നെ എടുക്കില്ല, ആ സമയത്ത് പിന്നെ എടുക്കില്ല. അടുത്ത ട്രേഡ് എന്നിട്ട് അത് പ്രോഫിറ്റ് അടിക്കും. ദെൻ അടുത്ത ട്രേഡ് വരയ്ക്കും. അപ്പൊ കഴിഞ്ഞ ട്രേഡ് മിസ്സായതിന്റെ പേരിൽ ഈ ട്രേഡ് നേരെ ചെന്ന് എക്സിക്യൂട്ട് ചെയ്യും, അത് പോവും. പിന്നെ ട്രേഡ് എടുക്കില്ല. അങ്ങനെ പിന്നെ ഒട്ടും എടുക്കാൻ പറ്റാണ്ടായി. അതില് ഒരു മാറ്റം വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരു ട്രേഡ് വെച്ച് വിജയോ വേറെ ആരോ വരുന്നു. മ്യൂട്ട് ചെയ്തു. സവീഷ ക്യാമ്പിലുള്ള ആൾക്കാരോടും മിണ്ടാണ്ടിരിക്കാൻ പറയും, റൂമിലുള്ള ആൾക്കാരോടും.
അല്ലെങ്കിൽ പുറത്തിറങ്ങിയൊക്കെ. കേട്ടോ യാസർ, കേട്ടോ? പിന്നെ അതിനാൻ കേട്ടോ? ആ കേട്ടു കേട്ടു. ബാദിഷ കേട്ടോ? ബാദിഷ കേട്ടോ? ഇനി ഇനി ഇത് ഇനി ഇനി ഇതിന്റെ സൊല്യൂഷൻ ബിജോയ് പറഞ്ഞുതരും. എന്തായിരുന്നു ബിജോയ് ചെയ്തിരുന്ന കാര്യം? ഹലോ, പറഞ്ഞെടുത്തോ. ഇതില് മെയിൻ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്ട്രാറ്റജിയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം, അത് മാത്രമുള്ള നോക്കുന്നുള്ള ഒരു തീരുമാനം എടുത്തു ഫസ്റ്റ് തന്നെ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം നിർബന്ധമായിട്ട് ഒരു ട്രേഡെങ്കിലും എടുക്കണം എന്നുള്ളത്. പിന്നെ മെയിൻ ആയിട്ട് ആ ഒരു ട്രേഡിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ മാറ്റങ്ങളൊന്നും വരുത്താൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം. അങ്ങനെ 3 കാര്യങ്ങളാണ്. പിന്നെ വേറെ ഒരു കാര്യം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രേഡ് എടുത്തതിന് ശേഷം സിസ്റ്റം ഓഫ് ചെയ്ത് വയ്ക്കും. ദെൻ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു അലാമോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ വെച്ചാൽ കുറച്ച് ടൈം കഴിയണ സമയത്ത് വന്ന് എൻറ്റർ ചെയ്യണം ചെയ്യാറ്. അങ്ങനെയാണ് ഞാൻ സാധാരണ ഇപ്പൊ ഇതൊന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങൾ. പറയൂ, എന്ത് മനസ്സിലായി? യാസർ, എന്ത് മനസ്സിലായി? ഞാൻ ബിജോയ് പറയുന്നത് കേൾക്കായിരുന്നു. ഉം. അപ്പോ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട്. കുറച്ചും കൂടി അല്ല, ഈ പറയുന്ന പോയിന്റുകളിലേക്ക് എങ്ങനെയാണ് തിരിച്ച് ചെയ്യാൻ പറ്റും? കോൺസെൻട്രേറ്റ് ചെയ്യാൻ. എങ്ങനെ ചെയ്യാൻ പറ്റും? അതായത് സ്ട്രാറ്റജിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്, അതുപോലെ തന്നെ സപ്പോർട്ട് ഏരിയകൾ നിന്ന് വരുന്നത് മാത്രം കറക്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. പിന്നെ അതും മിനിമം ട്രേഡ് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അതെനിക്കറിയാം, ട്രേഡ് എടുക്കുന്നുണ്ട്. യാസറാണ് ആദ്യം ഇടുന്ന ഒരാള്, അതെനിക്കറിയാം. പക്ഷെ എന്തായിരിക്കും അതിനൊരു ചെയ്യാൻ പോകുന്നതിനുള്ളൊരു ഒരു സ്റ്റെപ്പ് എന്തായിരിക്കും? ഇനിയുള്ള സ്റ്റെപ്പ് ഈ പറയുന്ന പോലെ തന്നെ 0.1 മാത്രം ട്രേഡ് എടുത്തു. ഈ പറയുന്ന പോലെ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സ്ട്രാറ്റജി കംപ്ലീറ്റ് വർക്ക് ആയതിനു ശേഷം മാത്രം ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഓക്കെ. അതിനാണ് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അതിനാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്? മിനിമം ഡെയിലി 1 ട്രേഡ് എങ്കിലും എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ ഇതിൽ പറയാത്ത കാര്യം, കുറഞ്ഞത് ഞാൻ 15 മിനിറ്റ്സിലെങ്കിലും സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കണം. അതാണ് പറഞ്ഞത്. സ്റ്റിക്ക് ഓൺ ദ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ പ്ലാൻ അതിൽ നിൽക്കാന്നുള്ള. ഓക്കെ, പറഞ്ഞു. ഓക്കെ, അതിൽ സ്ട്രാറ്റജീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതില്. ഓക്കെ, മനസ്സിലായി. ഓക്കെ. ആൻഡ് ബാദിഷ പറയും. ബാദിഷയ്ക്ക് എവിടെയാണ് ഇതിൽ കണ്ടിട്ട് എവിടെയാണ് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ മതി. ഇത് കണ്ടിട്ട് ഇതിലാണ് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു. ബാദിഷയ്ക്ക് ഇതൊക്കെ അറിയാം. ഇതിൽ ഏതിലാണ് ബാദിഷയ്ക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു? ഇതില് തെറ്റ് പറ്റിയത് മിനിമം ട്രേഡ് എടുക്കാറുണ്ട്. ട്രേഡ് വെക്കുന്നതിൽ ചേഞ്ചസ് ഒന്നും വരുത്താറില്ല. പിന്നെ ട്രേഡ് എടുത്തിട്ട് സിസ്റ്റത്തിൽ നോക്കിയിരിക്കാറുണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ചാല് അക്കൗണ്ട് പ്ലാൻ, അതിനകത്ത് ഞാനിപ്പോ നമ്മുടെ സ്ട്രാറ്റജി പറഞ്ഞു കൂടാതെ തന്നെ അഡീഷണൽ ആയിട്ട് കൺഫർമേഷൻ കുറെ നോക്കാറുണ്ട്. അത് നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോ ചില ട്രേഡുകൾ അങ്ങ് ഒഴിവാക്കും. അവിടെയാണ് എനിക്ക് ഉള്ളത്. ഓക്കെ. ഏറെക്കൂടെ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഇപ്പോൾ ഫെയിലിയർ സംഭവിച്ചിരിക്കുന്ന ആളുകളെല്ലാം കാരണം പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഞാൻ ഓരോരുത്തർക്കും പറ്റിയ കാരണങ്ങൾ അല്ലെങ്കിൽ പറ്റിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ബാദിഷയ്ക്ക് പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാദിഷയ്ക്ക് എല്ലാവിധ ക്ലാസ്സുകളും മറ്റും കിട്ടിയതാണ്. പക്ഷെ പ്രശ്നം എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാദിഷ ഓർക്കുന്നുണ്ടോ, ഞാൻ ഓരോ ട്രേഡ് എടുക്കുമ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാദിഷയോട്, ട്രേഡിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നടത്താറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ നടത്തിയിട്ടുണ്ടായിരിക്കാം, എനിക്ക് ഉറപ്പില്ല, നടത്തിയിട്ടുണ്ടായിരിക്കാം. എനിക്ക് അങ്ങനത്തെ ട്രേഡുകൾ പലപ്പോഴും സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ചും സ്റ്റോപ്പ് ലോസുകൾ വെക്കുന്ന സമയത്തൊക്കെ. രണ്ട് കോൺഫിഡൻസ് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് നിങ്ങൾക്ക് തന്നിരുന്ന സമയത്ത് നിങ്ങൾ 25 ട്രേഡിലേക്ക് എന്നുള്ളത് വേഗത കൂട്ടി. മനസ്സിലായോ? വേഗത കൂട്ടി എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് 25 ട്രേഡ് ആവാനുള്ള ഒരു ആക്സിലറേഷൻ വന്നു ഓൾറെഡി. ആ ആക്സിലറേഷൻ വന്ന സമയത്തും നിങ്ങൾക്ക് കിട്ടിയിരുന്നു, കൃത്യമായി കിട്ടിയിരുന്നു. എന്തുകൊണ്ട് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ്, നിങ്ങളുടെ ഇമോഷൻസ് അവിടെ ഹോണ്ടിങ് നടന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു കാം ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ഇമോഷൻസ് ആയിരുന്നു. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അതെ. ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു? ആ ആക്സിലറേഷൻ നിങ്ങളെ തിരിച്ചടിച്ചു. ആ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു ആക്സിലറേഷൻ ചെയ്തിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കാണുന്ന പോയിന്റിലൊക്കെ നിങ്ങൾ ട്രേഡ് എടുത്തിരുന്നു. സാധ്യതകളെ കുറിച്ച് കൂടുതൽ
കൂടുതൽ പഠിക്കാതെ അല്ലെങ്കിൽ കൂടുതൽ നോക്കാതെ കാണുന്ന പോയിന്റുകളിലൊക്കെ ട്രേഡ് എടുത്തിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ബൈ ലെക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജിയുടെ ഒരു ഇത് കൊണ്ടോ നിങ്ങൾ എന്ത് ചെയ്തു, ആ ഒരു ട്രേഡുകളൊക്കെ പെട്ടെന്ന് കിട്ടി. 25 ട്രേഡ് കിട്ടി, അതിൽ തന്നെ വലിയ വിന്നിങ് റേറ്റ് കിട്ടി. വിന്നിങ് റേറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ അതിനെ ബാധിച്ച് എന്ത് ചെയ്തിട്ടില്ല, അതിനെ ഒരു സ്റ്റഡി മെറ്റീരിയലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ? മനസ്സിലായില്ല സാർ പറഞ്ഞു. അതിനാ 25 ട്രേഡ് അവിടെ മറന്നു. എപ്പോഴെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് തിരിച്ചു പോയിട്ടുണ്ടോ? ഒരു ഫെയിലിയർ സമയത്ത് അതിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടോ? ഇല്ലില്ല, പോയില്ല. പോയി നോക്കിയേ. നാളെയും മറ്റന്നാളും സമയമുണ്ട്. നിങ്ങളോട് ജേണൽ എഴുതാനും ആ ട്രേഡിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനും ഒക്കെ പറഞ്ഞത് അതുകൊണ്ടാണ്. പോയി നോക്കുക. നിങ്ങൾക്കുള്ള ആൻസർ നെക്സ്റ്റ് വീക്കിലേക്ക് കിട്ടിയിരിക്കും. ഓക്കെ. എന്തൊക്കെയായിരുന്നു നിങ്ങൾ കടന്നു വന്ന ഇമോഷൻസ് ആ സമയത്ത് എന്തായിരുന്നു? ആ ഇമോഷൻസ് ഇപ്പോൾ അന്നൊന്നും ഇല്ലാത്ത ഇമോഷൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്? ആഡ് ഓൺ ചെയ്ത് നിങ്ങളുടെ പറഞ്ഞില്ലേ ട്രേഡുകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഭാഷയ്ക്ക് ഒന്ന് പോയാൽ 25 ട്രേഡിന്റെ ഹിസ്റ്ററി ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, മനസ്സിലാവും. യാസിർ, എന്താണ് യാസിർ? പെർഫെക്ഷൻ, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. സത്യത്തിൽ അതൊന്നുമല്ല. പെർഫെക്ഷൻ, ലാക്ക് ഓഫ് കോൺഫിഡൻസ് അല്ല. ആക്ച്വലി യാസിറിനുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, യാസിറിന് ഇപ്പോഴും ഡൗട്ട്സ് നല്ലവണ്ണം ഉണ്ട്, ഇല്ലേ? അതെ, അത്യാവശ്യം ഉണ്ട്, നല്ലോണം ഉണ്ട്. ഡൗട്ട്സ് നല്ലോണം ഉണ്ട്. എന്തിലാണ് ഡൗട്ട്സ് ഉള്ളതെന്ന് വെച്ചാൽ, യാസിറിന്റെ മുകളിലാണ് ഡൗട്ട്സ്. കള്ളത്തരം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇടയിൽ? ഇല്ല അല്ലേ? ഉറപ്പല്ലേ? ഇല്ലില്ല, വേറെ മൈൻഡ് ക്ലിയർ അല്ലേ? ഫുൾ ക്ലിയർ ആണ്. ക്ലാരിറ്റി അല്ലേ? ഡൗട്ട്സ് കൂടുന്നുണ്ട്. യാസിന്റെ ഡൗട്ട്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പെർഫെക്ഷൻ വരുന്നത് ഡൗട്ട്സ് കൂടുമ്പോഴാണ്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചോദിച്ചോക്കെ, ബിജോയോട് ചോദിച്ചോക്കെ. ബിജോയ് അല്ലേ? ബിജോയ് ആണോ? ബിജോയ്, അതെ. പെർഫെക്ഷൻ എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഡൗട്ട്സ് കൂടുമ്പോഴാണ്. രണ്ടാമത് ഇപ്പോ യാസർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ യാസറിന്റെ ഒരു ക്യാപിറ്റൽ ഇരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എത്രയെന്നൊന്നുള്ളൂ എന്ന് എനിക്കറിയില്ല. ആ ഒരു ക്യാപിറ്റലിനെ മറ്റൊരു രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങാം. എങ്ങനെ ചിന്തിച്ചു തുടങ്ങാം? അതെന്റെ സ്റ്റഡി കോസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചു തുടങ്ങും. അത് സ്റ്റഡി ഫീ ആന്ന് പറഞ്ഞിട്ട് യാസർ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് ശ്രമം നടത്തുന്നുണ്ട്, ഇല്ലേ? അതെ, അതുണ്ട്. ഈ പറയുന്ന പോലെ മാക്സിമം അത് സേഫ് സോണിൽ തന്നെ വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പോ ട്രേഡ് എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. ട്രേഡ് എടുക്കാൻ പറ്റില്ല. എടുത്ത ട്രേഡുകൾ പാളോ എന്നുള്ള ചിന്തകൾ വരും, കാര്യങ്ങൾ ഇതൊക്കെ വരും നിങ്ങൾക്ക്. കൂടുതൽ ചാൻസ് അതാണ്. ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഒരു ക്യാപിറ്റൽ മാക്സിമം ഒന്നും വാഷ് ഔട്ട് ആകാതിരിക്കാൻ വേണ്ടി കൂടുതൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് അധികമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ തിരിച്ചു വരും. എന്തിലേക്ക് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു? കൂടുതൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും നല്ലത്? നമ്മുടെ നെഞ്ചിടിപ്പൊക്കെ കൂടും. എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഭയങ്കരമായിട്ട് തീവ്രമായിട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? ഭയങ്കര എനർജി ബൂസ്റ്റ് ചെയ്ത് നടത്തില്ലേ? അതെ. ഇവിടെ പണത്തെ അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ, പണം എന്ന് പറഞ്ഞാൽ, ഞാൻ ആക്ച്വലി സബ്ജക്റ്റിന് പുറത്തേക്ക് പോകില്ല കേട്ടോ. പണം എന്ന് പറഞ്ഞാൽ ഫ്ലോയിങ് മെറ്റീരിയൽ ആണ്. ആക്ച്വലി ഫ്ലോയിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലായ? പണം ഒഴുകിക്കൊണ്ടിരിക്കണം. ഒരാളെ കയ്യിലും കെട്ടിക്കെടുക്കരുത് പണത്തിന്റെ. പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഫ്ലോയിങ്. കാരണം പണം അങ്ങനെ വന്നു ചേരുള്ളൂ. നിങ്ങൾക്ക് വലിയ വലിയ ബിസിനസ്, ഞാനിപ്പോ ടോപ്പിക്കിന് പുറത്തു പോകല്ല, എന്നാലും ജസ്റ്റ് ഒരു വാക്കുകൂടിയും പറഞ്ഞിട്ട് വരാം. വലിയ ബിസിനസ്സുകാരൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20-30% പെർ ഇയർ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പെർ ഇയർ അല്ലെങ്കിൽ ഇതൊക്കെ വരുന്നത് 20-30%. നിങ്ങൾ നോക്കിയോളൂ, വലിയ കമ്പനികളുടെ, ഗൾഫിലൊക്കെ ഉള്ള ആളുകളൊക്കെ വലിയ കമ്പനികളുടെ ഒക്കെ നോക്കിയോളൂ, ക്വാർട്ടർലി വരുന്ന റിസൾട്ട് 5%, 10% ആയിരിക്കും വരിക, അല്ലെങ്കിൽ 15% ആയിരിക്കും വരിക. അതൊക്കെ കൂടുതൽ വരിക. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ വലിയൊരു എമൗണ്ട് അവരെടുത്തുണ്ട്. ആ വലിയൊരു എമൗണ്ടിന്റെ ചെറിയൊരു ഭാഗം റിസ്ക് വെച്ചിട്ട്, വളരെ ചെറിയൊരു ഭാഗം റിസ്ക് വെച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നത്? ഗ്രോത്തിനും ശ്രമിക്കുന്നത്. യാസറിന് മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ പറയുന്നത്. യാസർ ലിഫ്റ്റിലോ മറ്റോ കയറിയോന്ന് എനിക്കറിയില്ല, ശബ്ദം കേട്ടു. അതെ, ഒന്ന് ഞാൻ അകത്തേക്ക് കയറുന്നുണ്ടായിരുന്നു, അതുകൊണ്ട്
അപ്പോ കഴിഞ്ഞത്. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റണം, പണമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ മാറ്റണം. നമ്മളതിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വാരി കൂട്ടുക എന്നുള്ള ഒരു തരത്തിലുള്ള ഗ്രീഡ് വന്നിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഏത്? ഫോമോ ആൻഡ് എന്താണ് റിസ്ക് ഇൻക്രീസ് ചെയ്യാം. മനസ്സിലായോ യാസർ? ആ സാർ അല്ലേ? മനസ്സിലായി. മനസ്സിലായി. ഓക്കെ. അതിനാൻ അതെ. എന്താണ് എന്ത് തോന്നി? ഇപ്പോ ആ അതിനാൻ എന്ത് തോന്നി? ഞാൻ ചെയ്യലുള്ളതൊക്കെ സാറ് പറയുന്നുണ്ട്. അതുകൊണ്ടല്ല, പെർഫെക്ഷനും ലാക്ക് ഓഫ് കോൺഫിഡൻസിന്റെ കാര്യം പറഞ്ഞില്ലേ? അതിനാന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ? ഇവരിൽ രണ്ടുപേരുള്ള അതിനാന്റെ പ്രശ്നം നോളേജ് ഇത്തിരി കുറവാണ്. അതെ. Doubts കൂടുതലുണ്ട്. നോളേജ് കുറവാണ്. അവർക്ക് കൂടുതലുണ്ട് എന്നുള്ളതല്ല, അതിനാണ് നോളേജ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നേരത്തെ യാസിറിന് പറഞ്ഞ ഡൗട്ട് പോലെ തന്നെ യാസിറിന് അറിഞ്ഞിട്ടുള്ള ഡൗട്ട് ഉണ്ട്. അറിഞ്ഞിട്ടുള്ള ഈ അതിനാനെന്താണ് അറിയാതുള്ള ഡൗട്ട് ഉണ്ട് അല്ലെ? ഉണ്ടോ? ഞാൻ പറയുന്നത് അഗ്രി ചെയ്യില്ല. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാക്കുകളുണ്ടെങ്കിൽ തിരിച്ചു പറഞ്ഞോ. ഇല്ലല്ല, ഉണ്ട്. ഉണ്ട്. അപ്പൊ അവിടെ എന്താ ചെയ്യേണ്ടത്? എന്താ സൊല്യൂഷൻ? സാറ് പറഞ്ഞായോ? എന്താ സൊല്യൂഷൻ പറയൂ. എന്താ സൊല്യൂഷൻ? അതിനാൻ തന്നെ ചെയ്യണം. അപ്പൊ ഒന്നും കൂടിയും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും കാണാം. ഓരോ ഫെയിലറും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഫെയിലറിനെയും എന്ത് ചെയ്യണം? രസമാക്കിയെടുക്കണം. മാറ്റിയെടുക്കലല്ലേ പറഞ്ഞു. ഓരോ ഫെയിലിയറിനെയും ആ ഒരു ഫെയിലിയറിൽ മാത്രമായിട്ട് ഒതുക്കണം. മനസ്സിലായോ? അതെ. എന്താണ് ഒരു ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫെയിലിയർ വന്നതിന്റെ റൂട്ട് എന്ന് പറയില്ലേ നമ്മൾ? എന്താണ് ട്രേഡ് റൂട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ മറ്റൊരു റൂട്ട് ഉണ്ട്. എന്താണ് വഴി എന്ന് പറഞ്ഞ പോലെ തന്നെ എന്താണ് നമ്മൾ പറയും, വേരിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ബി സീരിയസ് എന്നൊക്കെ പറയില്ലേ? അപ്പൊ സീരിയസ് ആയിട്ട് എടുക്കുക. തുടങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അതിനാൻ്റെ ഫസ്റ്റ് വീക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അതിനോട് ഇങ്ങനെ പറയുന്നത്. സീരിയസ് ആയിട്ട് എടുക്കുക, മറ്റേതിലേക്ക് പോവാം. ഇനി മൂന്നാളോടും പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിങ്കളാഴ്ച മുതൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു ബുക്ക് എടുക്കുക, നോട്ട് ഡൗൺ ചെയ്യാം. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ബുക്ക് എടുക്കുക, നോട്ട് ഡൗൺ ചെയ്യാം. അതിൽ ഒരു കാര്യം പോലും തെറ്റിക്കില്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം? ഡിസിഷൻ എടുക്കണം. അതിന് മുകളിൽ എഴുതി വയ്ക്കുക, ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, ഒരു കാര്യം പോലും ഞാൻ തെറ്റിക്കില്ല എന്നുള്ളത്. ക്ലിയർ ആയോ? മൂന്നാൾക്കും ക്ലിയർ ആയോ? തോൽവി പ്രശ്നമാണോ? ഫെയിലർ പ്രശ്നമാണോ? ഇല്ലല്ല. ഉറപ്പാണോ? ഉറപ്പല്ലേ? ഉറപ്പാണ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ആക്ച്വലി നമ്മുടെ ഒരു ഫെയിലിയർ വിഭാഗത്തിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത്. കാരണം ഈ 3 പേര് തോറ്റു അല്ലെങ്കിൽ ഫെയിലിയർ ആയി അല്ലെങ്കിൽ ലോസ് വന്നു എന്ന് വിചാരിച്ചിട്ട് ലോകം അവസാനിക്കൊന്നുമില്ല. ഒരു എമൗണ്ട് അവരെ കയ്യിൽ നിന്ന് പോയി എന്ന് വെച്ചാലും ലോകം അവസാനിക്കൊന്നുമില്ല. കാരണം എന്താണ്? ഇത് പഠിക്കാൻ ഒരുപാട് കിടക്കുന്നുണ്ട്. ലോകത്തുള്ള എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുമല്ല ട്രേഡ് ചെയ്യുന്നതൊക്കെ അവർ ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു എഡ്ജിലേക്ക് എത്തിച്ചേരാണ്. പിന്നെ ആ എഡ്ജിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഡെവലപ്പിംഗ് നടക്കുന്നത്. അപ്പോൾ ഒരു എഡ്ജിലേക്ക് ഇവർ എത്തിക്കൊണ്ടിരിക്കുക എന്ന് മാത്രം നമുക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ കരുതുക. അതുപോലെ തന്നെ ഇവിടെ സക്സസ് ആയിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നേടിയിരിക്കുന്ന ആൾ സവീഷ് എന്ന് പറയുന്നത് നല്ല സന്തോഷം ഉണ്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ആ ക്ലാസ്സിൽ നിന്ന് വന്ന ഒരാൾ എന്നുള്ളത്. രണ്ടാമത്തെ എൽദോ എന്ന് പറയുന്ന സന്തോഷമുണ്ട്, ആ ക്ലാസ്സിൽ നിന്ന് വന്ന ഒരാൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് ആ ക്ലാസ്സിൽ ഇരിക്കുന്ന ആളുകളൊക്കെ. അപ്പോൾ സവീഷിന് ഒരു അപ്രീസിയേഷൻ ഉണ്ട്. സവീഷ് ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക. മൈൻഡ് എങ്ങനെ എപ്പോൾ ഇരിക്കുന്നു അതുപോലെ തന്നെ ഇരിക്കുക. മാർക്കറ്റിനെ കുറിച്ച് മാർക്കറ്റിനെ എങ്ങനെ കാണണം എന്നുള്ള സവീഷിന് മാത്രമല്ല എല്ലാവരോടും ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ മാർക്കറ്റ് നിന്ന് വലിയൊരു പാത്രത്തിലിരിക്കുന്ന അല്ലെങ്കിൽ വലിയൊരു ക്യാൻവാസിലാണ് മാർക്കറ്റ്. ആ ഒരു ക്യാൻവാസിന്റെ ചെറിയൊരു ഏരിയയിൽ മാത്രമാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. അതിൽ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ കുറച്ച് നമ്മൾ നീട്ടിക്കൊണ്ടുപോകും, ലോസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വെക്കും. അതായത് ലോസ് ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസിഷൻ എടുക്കുക.
കാരണം ഇപ്പോൾ വലിയൊരു ക്യാൻവാസിൽ നിങ്ങളിങ്ങനെ വലിയൊരു ക്യാൻവാസിൽ തന്നെ ഡ്രീം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഇങ്ങനെ ബാറുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചാർട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം. വെറുതെ ഇങ്ങനെ ഒന്ന് പുറകിലോട്ട് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ അറിയാം എന്തുണ്ട് അവിടെ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. ആ എഡ്ജിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. ആ എഡ്ജിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ചില സമയത്ത് നമുക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓപ്പോസിറ്റ് ആവുകയാണെങ്കിൽ സന്തോഷപൂർവ്വം നമ്മൾ കട്ട് ചെയ്ത് വരിക. സവീഷിന് 100% ട്രേഡ് സക്സസ് ആയിരുന്നോ? ആയിരുന്നില്ലല്ലോ ഈ ആഴ്ച. ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് ട്രേഡ് ഫെയിലിയർ രണ്ടെണ്ണായിട്ട് ഫെയിലിയർ സംഭവിച്ചിട്ടു. ഒന്ന് ഓക്കെ ബ്രേക്ക് ബിജോ, ഡൗൺ കഴിഞ്ഞു, പിന്നെ ഓക്കെ ബിജോയ്ക്കോ എന്റെ 2 ഫെയിലർ. ഫെയിലിയർ. അപ്പൊ ഫെയിലിയർ ഉണ്ട് ഇവിടെ. സക്സസ് ആയ ആളുകളോട് ഞാൻ പറയുന്നത്, സക്സസ് ആയ ആളുകൾക്കും ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവർ സക്സസ് ആയതിന്റെ ഒരു കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു കാരണം, ഏറ്റവും സോളിഡ് ആയ ഒരു കാരണമാണ് നേരത്തെ പറഞ്ഞത്. കാരണം എന്താണ്, അവർ ആ എഡ്ജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ ക്ലോസ് ലെവൽ റേഞ്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. മൈൻഡ്, ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റ് നിങ്ങൾക്ക് വരും, ആ ഓപ്പർച്യൂണിറ്റി തരും. മൈൻഡിനെ കൈവിടാതിരിക്കുക. ഒരു ഫെയിലിയർ വന്നാൽ പോലും അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നൊക്കെ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഈ വീക്കിൽ പ്രോഫിറ്റ് വന്ന എല്ലാവർക്കും എന്താ പറയാ, അടുത്ത വീക്കിലും പ്രോഫിറ്റ് ആയിരിക്കട്ടെ. അതുപോലെ ലോസ് വന്ന ആളുകളും അടുത്ത വീക്കിൽ ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ടൊരു സ്ട്രെസ് എടുത്ത് ട്രൈ ചെയ്യാമെന്നല്ല. പിന്നെ ചെയ്യുന്നതിന് ഒരു പെർഫെക്ഷനോട് കൂടിയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിൽ ഒരു എഡ്ജ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ട്രേഡ് എടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യാം, അടുത്ത വീക്കിലും വരിക. അടുത്ത വീക്കും പ്രോഫിറ്റ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീക്കിലി അനാലിസിസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പറയാം, അല്ലെങ്കിൽ ചോദിക്കാം. മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറയാം. എനിക്ക് ആദ്യം താങ്ക്സ് പറയാനുള്ളത് ആ. നമ്മളാ ഒരു ഗ്രൂപ്പിലേക്ക് വന്നതിനോടാണ്. അതായത് നമ്മളെ സ്ട്രാറ്റജീനെ മുമ്പേ എന്തായാലും നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്നാലും നമ്മള് അത് ഒരു 2 ആഴ്ച നമ്മ സ്ട്രാറ്റജിയിൽ മാത്രം ട്രേഡ് എടുക്കാണ്ട്, അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഇമോഷൻ ഒന്നും കൂടുതൽ നമ്മൾ വർക്ക് ആവുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ എടുത്തിട്ട് ആ 2 ആഴ്ച നമ്മ എടുത്തിട്ട് പിന്നെ ഇപ്പോ എടുക്കുമ്പോ സ്ട്രാറ്റജിയുടെ എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട് എന്ന് അത് കുറച്ച് നല്ലോണം കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണ് ഇപ്പൊ എനിക്ക് കുറച്ച് നല്ലോണം ഈസി ആയിട്ട് ഫീൽ ചെയ്തത്. ഇപ്പൊ വേറെ രീതിയിൽ നഷ്ടം വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് നമ്മൾ ആ സ്ട്രാറ്റജി അതിനെ ബിലീവ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും മുമ്പ് ഉണ്ടായ നഷ്ടങ്ങളിൽ നിന്നെല്ലാം കരകയറാൻ പറ്റുന്നില്ല നല്ലൊരു കോൺഫിഡൻസും ഉണ്ട്. ഓക്കെ സവീഷ്, ഇതിന്റെ സംഭവിച്ചെന്താണെന്നറിയോ? നിങ്ങൾ അവിടെ ആദ്യം 8 പേരെ കൊണ്ടുവന്ന അല്ലെങ്കിൽ 9 പേരെ കൊണ്ടുവന്നിട്ട് ആദ്യമേ നിങ്ങളെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് സ്വയം നിങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളത്. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ഒരു വിധത്തിലും കള്ളത്തരം കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിപ്പോ മനസ്സിലാവുന്നുണ്ടോ? തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട്. രണ്ടു തമ്മിലുള്ള ഇന്റർലിങ്ക് എങ്ങനെ നടക്കുന്നത്, കണക്ഷൻ എങ്ങനെയൊക്കെ എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ ക്ലാസ്സിലേക്ക് സാറ് ശരിക്കും പറഞ്ഞാല് ഒരു അഭിപ്രായം കാര്യങ്ങളൊന്നും പറയല് ഞാൻ കണ്ടിട്ടൊന്നുമില്ല പറയുന്നത് അധികം. ഞാൻ ചീത്ത പറയാൻ മാത്രമേ വരുള്ളൂ. അല്ല, നമുക്കൊരു ബാക്ക് സപ്പോർട്ട് ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഗ്രൂപ്പിലൂടെ ഇങ്ങനെ പോകുമ്പോ ഒക്കെ. വെറുതെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ആ ഗ്രൂപ്പിൽ വെറുതെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു കോൺഫിഡൻസ് കൂടുന്ന ഒരു ഇതുണ്ടായിരുന്നു. അത് എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് ഞാൻ പറയാം. സ്ട്രാറ്റജി ആയിരുന്നു അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സ്ട്രാറ്റജി. ഒന്ന്, ആ സ്ട്രാറ്റജിയെ 25 ട്രേഡിൽ കൂടെ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 18 കണ്ടല്ലേ, 18 ട്രേഡ് കണ്ടായിരുന്നില്ലേ വിന്നിങ് ഉണ്ടായിരുന്നു സവീഷിന്റെ? 18 17 19 വിന്നിങ് വന്നിട്ടുണ്ടായിരുന്നു. 25 ട്രേഡിൽ 19 എന്ന് പറയുന്നത് എല്ലാം കഴിയുമ്പോൾ, അതായത് ട്രേഡ് 25 ട്രേഡും കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരൊറ്റ ഫീലിംഗ് ഉണ്ടാവും. എന്താ? വൗ, അല്ലേ? തീർച്ചയായിട്ടും വൗ. ഓ, ഇത് ഞാൻ ആദ്യം മര്യാദയ്ക്ക് അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായനെ, പ്രോഫിറ്റ് ആയ. പക്ഷെ ചെയ്തില്ല. ഇവിടെ ഇരിക്കുന്ന 90% ആൾക്കാരോട് ഞാൻ ഡെയിലി പറയുന്നുണ്ട്. അന്നും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? പക്ഷെ അതിന്റെ പവർ എത്രത്തോളം ഉണ്ട് എന്ന് ആർക്കും അറിയുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. വൗ എന്ന് പറയുന്നത് നിങ്ങളെ കണ്ണ് തള്ളിയത് അവിടെയായിരുന്നു. രണ്ടാമത് ഈ വൗവില് നിങ്ങൾക്കൊരു സംശയം വരും. എപ്പോഴാണ്?
നിങ്ങൾ ഇതിന്റെ ഇടയിൽ നേരത്തെ ഞാനിപ്പോ മറ്റേ ഇവനോട് ചോദിച്ച പോലെ സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രേഡിൽ കള്ളത്തരം കാണിച്ചിട്ട് എല്ലാത്തിനും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്നെ പറ്റിക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് അവിടെ ചെയ്യാമായിരുന്നു. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ട്രേഡ് 25 ട്രേഡ് ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഓടി എത്തണം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുണ്ടായിരുന്നേ? ഇതിന്റെ വാല്യൂല് വലിയൊരു ഇഷ്യൂ ഉണ്ടായേനെ, ഇല്ലേ? തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞെന്താന്ന് മനസ്സിലായോ? സവീഷന് മനസ്സിലായോ? ഇതിന്റെ ഇടയിൽ നിങ്ങൾ കള്ളത്തരം കാട്ടിയിട്ടുണ്ടെങ്കിൽ, കള്ളത്തരം എന്ന് പറയാത്തത് വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ അന്ന് പറഞ്ഞതല്ലാതെ പറയാത്ത കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ 25 ട്രേഡ് എനിക്ക് പെട്ടെന്ന് എത്തണം, അല്ലെങ്കിൽ ആ 25 ട്രേഡിലും പെട്ടെന്ന് എത്തിക്കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് സക്സസ്ഫുൾ ആയി കാണിക്കണം എന്നുള്ളൊരു ത്വരയൊക്കെ ഉണ്ടാവല്ലോ, ഒരു ആക്സിലറേഷൻ ഉണ്ടാവല്ലോ നേരത്തെ പറഞ്ഞത്. അതൊക്കെ കാണിക്കുന്ന സമയത്ത് എന്തുണ്ടാവും? ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡ് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടാവും. ഏതിന്? നമ്മുടെ റൂൾസിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ സെറ്റപ്പിൽ നിന്ന് മൈൻഡ് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടാവും, ഇല്ലേ? മനസ്സിലായോ? സവീഷ് ഒന്നും പറയുന്നില്ല. മനസ്സിലായോ? ഞാൻ സവീഷിനോടാ ചോദിക്കുന്നത്. എന്താ മനസ്സിലായി. ഞാൻ ചോദിച്ചല്ല, മൊത്തമായിട്ട് അല്ല, ബാക്കിയുള്ള ആളുകൾ പറയട്ടെ. ബിജോയ് ഇങ്ങനെ തംസപ്പ് എങ്കിലും തരുന്നുണ്ട്, ബാക്കിയുള്ള ആളുകളൊന്നും മിണ്ടില്ല. ഈ 2 കാര്യങ്ങളും മാത്രമേ ഞാൻ അവിടെ നോക്കിയിട്ടുള്ളൂ. ഈ 2 കാര്യങ്ങളും മാത്രമേ നോക്കിയിട്ടുള്ളൂ. കൂടുതൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് അവിടെ ഈ 2 കാര്യങ്ങളല്ലാണ്ട്? ഇല്ല. സാറ് ഇടപെടുന്ന കുറവാണെന്ന് തോന്നുന്നു. അതിൽ തീരില്ല ആക്ച്വലി. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കാറില്ലേ? നമുക്ക് ആ ഒരു ദിവസത്തെ ക്ലാസ് കിട്ടിയതല്ലാതെ വേറെ ഒന്നും സംസാരിച്ചിട്ടൊന്നുമില്ലല്ലോ അല്ലെ ഇതില്. ഈ അവിടെ കാര്യമായിട്ട് ഇടയ്ക്ക് ഞാൻ ചീത്ത പറയാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആൽവിനെയും അവരവരൊക്കെ ചീത്ത പറയാൻ വന്നിട്ടുണ്ട്. അവിടെ ആകെ ഞാൻ നിങ്ങൾ എന്റെ ഇടയിലും ചീത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രീതിനെ ആൽവിനൊക്കെ ഞാൻ നല്ലോണം ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ആകെ ഞാൻ 2 കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. സ്ട്രാറ്റജിയിൽ അതെന്ത് ചെയ്യുക, സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതിനെ ആ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ? സ്ക്രീൻഷോട്ട് എടുത്ത് നോട്ട് ചെയ്ത് വെക്കാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓർക്കുണ്ടോ? സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിനു മുമ്പ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊരു ഫോൾട്ട് ആയിരുന്നു. സ്ക്രീൻഷോട്ട് എടുത്ത് നോട്ട് ചെയ്ത് വെക്കാനാണ് ആ ക്ലാസ് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ട്രേഡും കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ നോക്കിക്കോ. ഒരിക്കൽ നിങ്ങൾ ആ 25 ട്രേഡ് നിങ്ങൾ സീരിയസ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ജീവിതത്തിൽ എന്ത് ട്രേഡ് എടുത്താലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. ഞാൻ സീരിയസ് ആയി എന്ന് പറഞ്ഞിട്ട് അണ്ടർലൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. വെറുതെ ചുമ്മാ കളിക്കാനല്ല പറഞ്ഞത്, സീരിയസ് ആയിട്ട് എന്ത് ട്രേഡ് എടുത്താലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കും, ഇല്ലേ? വെക്കും, എന്തായാലും വെക്കും. സ്ക്രീൻഷോട്ട് വെക്കില്ലേ? ഞാനെല്ലാം നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഇപ്പൊ ആറ് മുതൽ എടുത്ത ഇടയില്ലേ, അതിനു മുമ്പേ ഉണ്ടായത് കുറെ മിസ്സിങ്ങുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവിടെ മുമ്പോട്ട് പോകുന്നതാണെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ലേസി ആവാറുണ്ടായിരുന്നു. ഓക്കെ, അവിടെ ഒരു മാജിക്കും ഇല്ല. നമ്മളെന്താ പറഞ്ഞ നോ മാജിക് പിൽസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓർക്കുന്നുണ്ടോ? നമ്മുടെ സ്ട്രാറ്റജിയിൽ എഴുതി വെച്ചിരിക്കുന്നത് നോ മാജിക് പിൽസ് എന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ വിജയ് എഴുതി വെച്ചാണ്. ഞാൻ ഇതുപോലെ എപ്പോഴും ഒരു ക്ലാസ് എടുക്കുന്ന സമയത്താണ് പറഞ്ഞിട്ട്. ഓർക്കുന്നുണ്ടോ? ഒരു മാജിക് മറ്റേ വീഡിയോ ക്ലാസ്സിൽ ഉണ്ട് അത്. ഉണ്ടല്ലേ? ആകെ എല്ലാവരോടും പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. സ്റ്റിക്ക് ഓൺ സ്ട്രാറ്റജി, അതിൽ വിശ്വസിക്കുക, ബിലീവ് ചെയ്യുക. അതിന് ബിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ച് 25 ട്രേഡ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു നോക്കുക. തിരിച്ചു നോക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ റിസൾട്ട് നിങ്ങൾ അത്ഭുതപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറപ്പല്ലേ? പറഞ്ഞിട്ടില്ലേ? പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ എത്രത്തോളം എത്രത്തോളം സീരിയസ് ആയി, ഞാനതാ പറഞ്ഞ സീരിയസ് ആയിട്ടും ആത്മാർത്ഥത്തോടു കൂടിയിട്ട് നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ, ആ റിസൾട്ട് നിങ്ങൾ ക്യാരി ഓൺ ചെയ്യും. പറഞ്ഞിട്ടുണ്ട്, ഓർക്കണ്ടോ? മറ്റൊരു രീതിയിലായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഹെൽത്തുമായിരുന്നു സംശയം ചോദിച്ച ആള് പറഞ്ഞിട്ടുണ്ട്. എന്ത് രീതിയിലാണ് ഞാൻ പറഞ്ഞതെന്നുള്ള ഓർക്കുന്നുണ്ടോ? എന്തോ ഇതങ്ങോട്ട് കഴിയട്ടെ പറഞ്ഞിട്ടില്ലേ? ഇതങ്ങോട്ട് തീർക്ക് ഓർക്കുന്നുണ്ടോ? എൽത്തോ പോയി തോന്നുന്നുണ്ട്. ബിജോയ്ക്ക് ഓർമ്മ ഉണ്ടോ? സവീഷിനോട് ഓർക്കുന്നുണ്ടോ? ഓർമ്മ ഇതാണ്ട് കഴിയട്ടെ. എൽത്തോ സവീഷൊക്കെ ക്ലാസ്സിലുണ്ടായോ? ഇല്ല, എൽത്തോടെ ക്ലാസ്സിൽ സവീഷ് ഉണ്ടായില്ലല്ലോ. ഇല്ല, ബിജോയ്ക്ക് അറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൽത്തോടെ ഡൗട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ്ട് കഴിയട്ടെ, നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞത്.
അപ്പോൾ ഞാനിപ്പോൾ അവരെ ഇരുത്തിയിട്ട് അവരെയും കൂടി സംസാരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള ആളുകൾ ഞങ്ങളെന്താ പൊട്ടനാ എന്ന് ചോദിച്ചിരിക്കുന്നുണ്ടാവും. ഒരു പൊട്ടത്തരമല്ല, ബാക്കിയുള്ള ആളുകളോട് പറയാൻ വേണ്ടി തന്നെയാണ്, നിങ്ങളെ നിർബന്ധിക്കുക തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ടാണ് ട്രേഡിങ്ങിനെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മാത്രം ലൈവ് ക്ലാസ്സുകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയാൻ പറ്റാത്തോ, നിങ്ങൾ ബുദ്ധിമാന്മാരല്ല അല്ലെങ്കിൽ നിങ്ങൾ സ്മാർട്ട് അല്ല എന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല. ഇവിടെ ആകെ വർക്ക് ചെയ്യുന്ന ഒരൊറ്റ കാര്യം നിങ്ങളുടെ ഡിസിപ്ലിൻ ആണ്. നിങ്ങൾക്ക് ലോസ് ഉണ്ടാവും, ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ ലോസ് ഉണ്ടാവും. വലിയ വലിയ ട്രേഡേഴ്സിന്റെ പോലും വലിയ വലിയ ലോസുകൾ സംഭവിക്കും. ക്യാപിറ്റൽ വാഷ് ഔട്ട് സക്സസ് ആയ ആളുകൾ പോലും ചെറിയ അവര് ഇടുക. ഞാൻ പറയാം, എൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ക്യാപിറ്റലൊക്കെ പല അക്കൗണ്ടുകളിൽ ഡിവൈഡ് ചെയ്തിടും. കാരണം ഒരിക്കലും ഒരെണ്ണത്തിൽ ഇടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമോഷൻസ് ഏത് സമയത്ത് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോവാം. കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് എന്തായിരിക്കും, ചിലപ്പോൾ ആ ഒരു അക്കൗണ്ട് വാഷ് ഔട്ട് ആയിരിക്കാം. അക്കൗണ്ട് വാഷ് ഔട്ട് ആവുന്നത് എങ്ങനെ എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ തന്നെ ആയിരിക്കും അക്കൗണ്ട് വാഷ് ഔട്ട് ആവുക. എന്തായിരിക്കും, ചിലപ്പോൾ ഒരു വിധത്തിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും റിസ്ക് കൂടുതൽ എടുക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ അക്കൗണ്ട് വാഷ് ഔട്ട് ആവുക, അല്ലെങ്കിൽ വലിയൊരു ലോസ് വരാം. പെട്ടെന്ന് മനുഷ്യൻ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അടുത്തൊരു നിമിഷം എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യും, അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു അക്കൗണ്ടിൽ തന്നെ ആയിരിക്കും കൂടുതലും. മനുഷ്യനാണ്, നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം, മനുഷ്യനാണ് പെട്ടെന്ന് എന്ത് നമ്മൾ കൺമുമ്പിലുള്ളതിനെ ചാടിക്കയറാൻ വേണ്ടിയിട്ട് വീണ്ടും അക്കൗണ്ട് കൂട്ടി എടുക്കുക. ഇനി അത് അക്കൗണ്ട് വാഷ് ഔട്ട് ആയി എന്ന് വിചാരിച്ചോട്ടെ, വാഷ് ഔട്ട് ആയി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമുക്കൊരു സമയം കിട്ടും, ഒരു ഇൻ ബിറ്റ്വീൻ ഒരു വാഷ് ഔട്ട് ആയതും നെക്സ്റ്റ് അക്കൗണ്ടിലേക്ക് പോകാനും ഒരു സമയം കിട്ടും നമുക്ക്. ആ ഒരു സമയം ഒരു പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അന്നത്തെ ട്രേഡിനെ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക്, അല്ലെങ്കിൽ അന്ന് ഇനി ട്രേഡ് എടുക്കണ്ട എന്ന് പറയാൻ, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകണ്ട എന്ന് പറയാനുള്ള എന്ത് കിട്ടും, ഒരു ചാൻസോ അല്ലെങ്കിൽ ഒരു അവസരമായിട്ട് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ആർക്കും ഇത് ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇനിയൊക്കെ നിങ്ങൾ ഭാവിയിലൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒക്കെ നിങ്ങളൊക്കെ വരുന്ന സമയത്ത്. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഒരു വിധത്തിൽ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒന്നും ചെയ്യണ്ട. നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യാം. അതെങ്ങനെ ചെയ്യാം, നിങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാകണം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും അവസരം എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ $100 ഉണ്ടെങ്കിൽ പേടിയാണ് അവർക്ക്, ഭയങ്കര പേടിയായിരിക്കും. അല്ലെങ്കിൽ 200, 250, 1000 കൊണ്ടുവന്നിട്ടാലും ഭയങ്കര പേടിയാണ്. എന്താണ് പേടി? 3-4 ദിവസം അല്ലെങ്കിൽ 5-6 ദിവസത്തിനുള്ളിൽ എൻ്റെ അക്കൗണ്ട് വാഷ് ഔട്ട് ആയി പോകും. ഞാൻ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു കൺട്രോൾ ഇല്ലാണ്ട് ട്രേഡ് എടുത്തു തുടങ്ങും. എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല, പേടിയാവും. ഇവിടെ ഇരിക്കുന്ന മിക്ക ആളുകളും ആ ഒരു പേടി എന്തായിരിക്കും, നിങ്ങളെ കള്ളത്തരം കാണിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും. കള്ളത്തരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ ഇതൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, വലിയ കള്ളന്മാരുടെ സ്വഭാവം എന്നല്ല ഞാൻ പറഞ്ഞത്. എന്താണ്, മാർക്കറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യാനും മാർക്കറ്റ് ഇങ്ങോട്ട് വരുന്നതിനെ, അല്ലെങ്കിൽ മാർക്കറ്റ് നമുക്ക് കാണിച്ചു തരുന്ന വഴിയെ ബോധപൂർവം മറക്കാനും ശ്രമിക്കും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഫൈറ്റിംഗ് മെന്റാലിറ്റി വെച്ചിട്ട്, ഒരുതരം രോഷം, ഗ്രീഡ്, അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, മാർക്കറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകും. വല്ല രക്ഷയുണ്ടോ? മാർക്കറ്റ് നമ്മളെയും കൊണ്ടുപോകുള്ളൂ. ഇതൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ട ഒരു മൈൻഡ് സെറ്റാണ് വേണ്ടത്. ആ ഒരു മൈൻഡ് സെറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു 8-9 പേരെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ്സിലേക്ക് മാറ്റി അവിടെ ഡിസ്കസ് ചെയ്ത്, അൺഫോർച്ചുനേറ്റ്ലി ഒരാളെ പിടിച്ച് പുറത്താക്കേണ്ടി വന്നു. ആ മൈൻഡ് സെറ്റ് ആള് തന്നെ ആദ്യം ബ്രേക്ക് ചെയ്തപ്പോൾ എടുത്ത് പുറത്താക്കേണ്ടി വന്നു. ബാക്കി 8 പേരെയും വെച്ചിട്ട് നമ്മൾ ഡിസ്കഷൻ ചെയ്ത് മുന്നോട്ട് പോയത്. അതിനുള്ള ഗുണമാണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടത്. ആദ്യം ഒരു സ്ട്രാറ്റജിയിൽ അവരെ വിശ്വസിപ്പിച്ച് എങ്ങനെ ചെയ്തു, ജേണൽ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ആ സ്ട്രാറ്റജീനെ ഒരു 25 നമ്പേഴ്സ് കഴിഞ്ഞിട്ട് അവരോട് അതിനെ സ്വയം അനാലിസിസ് ചെയ്യാൻ പറഞ്ഞു. അനാലിസിസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടിയ ഒരു ഫിഗർ എന്ന് പറയുന്നത് വലിയൊരു ഫിഗർ ആയിരുന്നു. അത് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായി. എന്ത് ചെയ്തു, അവരോട് തന്നെ പറഞ്ഞു, നിങ്ങൾ എല്ലായ്പ്പോഴും സത്യസന്ധരായിരിക്കാവുന്നതാണ്. ആ ഒരു സത്യസന്ധത അവർക്ക് ഗുണം ചെയ്തു. അതാണ് ഇപ്പോൾ പ്രോഫിറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതും. അതും ചെറിയ പെർസെൻറ്റേജ് അല്ല, 50%, 30% പ്രോഫിറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹം ഉണ്ടോ, വേറെ ആർക്കെങ്കിലും അങ്ങനെ എത്താൻ? തീർച്ചയായും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നോട് ഇങ്ങനെ പലരും ഇങ്ങനെ കൈപൊന്തിക്കാറുണ്ട്. ഇതിന് മുന്നും കൈപൊന്തിച്ചിട്ടുണ്ടായിരുന്നു.